ഹായ് മൈത്രേൻ. മൈത്രേൻ ഹായ്. നമുക്ക് സ്പെഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡെയിലി മൈത്രേനെ കേൾക്കുന്ന ആൾക്കാർ ഒട്ടനവധി ഉണ്ട്. അവരിലേക്ക് തന്നെയായിരിക്കും ഈ വീഡിയോ കൂടുതലായിട്ടും എത്തുന്നുണ്ടാവുക. എന്തായാലും മൈത്രേൻ നമുക്ക് കുറച്ച് ടൈം തന്നിട്ടുണ്ട്. മൈത്രേൻ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം നമുക്ക് ഇനി പറ്റുകയാണെങ്കിൽ ഭാവിയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ശരി. ഈ അടുത്തായിട്ട് മൈത്രേൻ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം പോലായി മാറിക്കഴിഞ്ഞു ഓൾറെഡി. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈത്രേൻ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ബിറ്റൊക്കെ എടുത്ത് അതിലൊരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലൈക്ക് മൈത്രേൻ ഇന്ന ആളെ ഇന്നത് പറഞ്ഞു, അല്ലെങ്കിൽ മൈത്രേൻ APJ അബ്ദുൽ കലാമിനെ പറഞ്ഞു, മൈത്രേൻ യുക്തിവാദികളെ പറഞ്ഞു, മൈത്രേൻ ഇന്ത്യൻ ആർമിയെ പറഞ്ഞു. അപ്പോൾ അതൊന്ന് കത്തിക്കുക. അപ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ചേരി തിരിഞ്ഞ് ഇപ്പം ആക്രമണമാണ്. ലൈക്ക് ഒരു സൈഡ് മൈത്രേനെ സപ്പോർട്ട് ചെയ്ത് പറയും, പക്ഷെ അവരുടെ അജണ്ട ഈ പറഞ്ഞ പോലെ മൈത്രേൻ പറഞ്ഞ കോർ ഐഡിയാസ് ആയിരിക്കില്ല. ലൈക്ക് എതിരെ നിൽക്കുന്നവരെ കരിവാരിത്തേക്കാം എന്നുള്ളൊരു നിലവാരത്തിലാണ്. ഇപ്പോൾ ആളുകൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലായി. ഇപ്പോൾ മൈത്രേൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ആർമി നമുക്ക് ആവശ്യമില്ലാത്തൊരു സംഗതിയായി മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് ആധുനികമായ ഈ ഒരു കാലത്ത്. പക്ഷെ അതിന്റെ പ്രാക്ടിക്കാലിറ്റി നമ്മൾ എങ്ങനെയാണ് ആൾക്കാരിലേക്ക് അത് കൺവേ ചെയ്യുക? അതായത് ഇപ്പോൾ ആൾക്കാർ നോർമൽ പീപ്പിൾ എന്ന് നമ്മൾ വിളിക്കുന്ന സാധാരണ മനുഷ്യർ, എല്ലാവരും സാധാരണ മനുഷ്യരാണ്, എന്നാലും ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ അധികം എക്സ്പോഷർ കിട്ടാത്ത സാധാരണ മനുഷ്യരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് മീഡിയ കൊടുക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നതൊക്കെയാണ് അവരുടെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പോ ആർമിയുടെ ഒരു അനിവാര്യത എത്രത്തോളം ആണെന്ന് ഈ യുദ്ധം വഴിയൊക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ ഏത് സമയത്തും ആക്രമിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്, നമുക്ക് ആർമി ഇല്ലെങ്കിൽ നമ്മളുടെ ഇതൊക്കെ എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോകും, നമുക്കൊരു ആർമി ഉണ്ടായിരുന്നത് കൊണ്ടാണ് പല പല ഇൻവേഷൻസ് നമുക്ക് തടയാൻ പറ്റിയത് എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ ചിന്തിച്ചു വെക്കുന്നത്. അപ്പൊ ഇത്തരം ആൾക്കാരിലേക്ക് ആർമി വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ എങ്ങനെ കൺവേ ചെയ്യും? അത് എങ്ങനെ പ്രാവർത്തികമാകും? ഇപ്പോൾ ഒരു ഗവൺമെന്റ് വരികയാണ്, ആ ഗവൺമെന്റിന് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഈ ആർമി നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ അത് ചെയ്യാൻ പറ്റുക? അത് പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ അത് ചെയ്തെടുക്കാൻ പറ്റുക? ആ, ഇത് ഇന്ത്യ ചേരിചേരാ നയം നിന്നിരുന്ന ഒരു സമയമുണ്ട്. ഉം, ഇന്ത്യ ശ്രമിച്ചതാണ്. ഇന്ത്യയുടെ ആ കാലഘട്ടത്തില് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉം, ഇന്ത്യയിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പോകുമ്പോൾ ആർമി വലുതാക്കിയാല് ഭയങ്കരമായിട്ട് ഈ ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോകും എന്നറിയുന്നത് കാരണം കൊണ്ട് അന്ന് ചേരിചേരാ നയം പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള വലിയ ബലപ്പെടുത്തലുകൾ ഇല്ലാതെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇന്ത്യ ഒരു രാജ്യമായി എന്ന് നമ്മൾ വിചാരിക്കുന്നതിന്റെയും പ്രശ്നമുണ്ട്. ഇതുമെല്ലാം നമ്മൾ ഉം. കാണേണ്ടതാണ്. അപ്പൊ അതിന് ആന്തരികമായിട്ടുള്ള യോജിപ്പെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുക എന്ന് പറയുന്നതിനകത്ത് മാത്രമുള്ള യോജിപ്പായിരുന്നു. ഉം. ആന്തരിക യോജിപ്പെന്ന് നമ്മൾ പറയുന്നത്. അതെ. അല്ലെങ്കിൽ വ്യത്യസ്തമായ രാജ്യങ്ങളായി കഴിഞ്ഞിരുന്ന അത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ 500 ചില്ലുവാനം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് പട്ടേലിന്റെ പട്ടാളം ഉപയോഗിച്ചിട്ടാണ്. അതെ. അങ്ങനെയായിരുന്നു, പട്ടേലിന്റെ പട്ടാളം ഉപയോഗിച്ചിട്ട് അവരെ മര്യാദയ്ക്ക് നിർത്തിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ശരിയുണ്ട്. അങ്ങനെയല്ലെന്ന് നമ്മൾ കാണേണ്ട. ആ ചെയ്ത്തതിനകത്ത് ഒരു സ്വാഭാവികമായി ഐക്യപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രോസസ് അല്ല. അതിനകത്ത് അല്പം ബലപ്രയോഗം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാണാം. ഉം. പിന്നെ അന്നത്തെ ഒരു അന്തരീക്ഷത്തിനകത്ത് ബ്രിട്ടീഷുകാർക്ക് എതിരോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ടോ കൊടുത്ത് നിന്നിരുന്ന നാട്ടുരാജാക്കന്മാരേ ഉള്ളു. അവർക്ക് കപ്പം കൊടുത്ത് ജീവിച്ചിരുന്നവർ തന്നെയായിരുന്നു അവരെല്ലാവരും. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഇന്ത്യൻ ആർമി അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പൊ ആ ഓക്കെ. ആർമിയുടെ മുന്നിലെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള അറിവ് കൊണ്ട് കീഴടങ്ങിയവരേ ഉള്ളു. ഉം. അല്ലാതെ നമ്മൾ ഇന്ന് പറയുന്ന നിലവാരത്തിൽ ഇന്ത്യ ഒരു പണ്ടത്തെ തൊട്ട് വരുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെ. ഈ പാകിസ്ഥാനും ഇന്ത്യയും 47-ലാണ് ഉണ്ടായതെന്ന് അറിയേണ്ടതുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യ. അപ്പൊ ഇതൊക്കെ ഒരു ചരിത്രത്തിനകത്ത് നിൽക്കുന്ന പ്രശ്നങ്ങളായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർ എവിടെയൊക്കെ പിൻവാങ്ങിയോ അവര് ഈ യുദ്ധം കഴിഞ്ഞ് തകർന്നു പോയി. ഉം.
രണ്ടാം ലോകം അല്ല അവര് ജയിച്ചു എന്ന് പറയുമ്പോഴും അവര് രാജ്യം എന്നുള്ള നിലവാരത്തിൽ അവരും തകർന്നു പോയിരുന്നു. ആകെ തകരാത്ത ഏക രാജ്യം അന്നുണ്ടായിരുന്നത് അമേരിക്കയായിരുന്നു. ഉം. ഇതുമൊക്കെ ഇതുപോലെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ നിലവാരത്തിലുള്ള ഒരു ട്രാൻസിഷൻ ബ്രിട്ടൻ അവിടെ മാത്രമല്ല എവിടെല്ലാം ഉണ്ടായിരുന്നു അവിടുന്ന് എല്ലാം പിൻവാങ്ങുന്നുണ്ട്. ഉം. അതുപോലെ തന്നെ അന്ന് യൂറോപ്പിൽ നിന്ന് വന്ന് ഈ രാജ്യങ്ങളെല്ലാം എല്ലാം കീഴടക്കി അവരെ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന എല്ലാ രാജ്യങ്ങളും പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. നമുക്ക് നോക്കാം സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം വിജയിക്കുന്ന അപ്പോഴാണെന്ന് കാണുന്നത്. പിന്നെ രണ്ട് തരത്തില് ഈ പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു രാജാവ് വേറെ രാജാവിനെ കീഴടക്കി കഴിഞ്ഞാൽ അവിടുത്തെ ജനത എൻ ബ്ലോക്ക് ആയിട്ട് ആ ജയിച്ച രാജാവിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം രാജാവ് വേണം, രാജാവിന്റെ കീഴിൽ നിൽക്കുക എന്ന് പറയുന്നതായിരുന്നു മനുഷ്യർ ചെയ്തിരുന്നത്. ഉം. അതിനുശേഷമാണ് ഈ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൊള്ളയടി ഉണ്ടാകുന്നത്. ഉം. മറ്റേ രാജാക്കന്മാരങ്ങനെ അവരുടെ കീഴടക്കി അവരുടെ രാജ്യമായി അത് മാറുക എന്ന് പറയുന്നത് അല്ലാതെ അവിടുന്ന് കൊള്ളയടിച്ച് വിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു റെയ്ഡ് നടത്തുന്ന നിലവാരത്തിൽ ചില രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ്. 90% രാജാക്കന്മാർ അങ്ങനല്ല. ഒരു പിടിച്ച രാജ്യം അവരുടേതാക്കി മാറ്റി അവിടെ ഭരണം സ്ഥാപിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ജനങ്ങൾ അങ്ങനെ അറിയുന്നുണ്ടാകത്തില്ല. ആ യുദ്ധം കഴിഞ്ഞു, ആ പട്ടാളക്കാർ തമ്മിലുള്ള യുദ്ധമല്ലാതെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു രാജഭരണം മാറുക എന്ന് പറഞ്ഞാൽ അവരറിയുന്നേ ഇല്ല. അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന നിലവാരത്തിൽ വരുത്തേയില്ല. അങ്ങനെ സംഭവിച്ചു. അത് ഏതോ ഒരു ബാറ്റിൽ ഫീൽഡ്, അത് നേരത്തെ ഡെസിഗ്നേറ്റ് ചെയ്ത ബാറ്റിൽ ഫീൽഡിൽ പോയി യുദ്ധം ചെയ്തൊക്കെ ആയിരുന്നു അന്നൊക്കെ തീർന്നിരുന്നത്. അപ്പൊ അങ്ങനത്തെ നിന്നിരുന്ന ജനങ്ങളുടെ ലോകത്ത് നിന്ന് ഈ കൊള്ളയടിക്കപ്പെടുന്ന ജനതയുണ്ടായത് ഈ കോളനൈസേഷൻ എന്ന് നമ്മൾ പറയുന്ന, അപ്പൊ യൂറോപ്പിൽ നിന്ന് വന്നവരാണ് ആ നിലവാരത്തിൽ ഇവിടുന്ന് എന്ത് ഉണ്ടായാലും അതെല്ലാം അവരുടെ മദർരാജ്യത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്ന യുക്തിയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടം. അതിനെയാണ് നമ്മൾ കൊളോണിയലിസം എന്ന് പറയുന്നത്, കൊളോണിയൽ കാലഘട്ടം. അപ്പൊ ആ സമയത്തെല്ലാം ഈ ഒരു പ്രദേശത്തെ ജനത ഒന്നിച്ചു നിന്ന് അതിനെ, കാരണം രാജാക്കന്മാരൊക്കെ തന്നെയും തമ്മിച്ചേർന്ന് ഇവരെ മാറ്റാനായിട്ടൊക്കെ ശ്രമിക്കുന്നതൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിനകത്തൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഝാൻസി റാണി, ഈ മറ്റേ ലാലാ ലജ്പത് അതുപോലെ തന്നെ മറ്റേ അവിടുത്തെ അവർ കൊണ്ടുപോയി ഭരണാധികാരിയായിട്ട് വെക്കുന്നത് അക്ബർ, അവരുടെ ലീനിയേജ്, ഔറംഗസീബിന്റെ ലീനിയേജിലുള്ള ഒരാളെയാണ് അവസാനം അവർ അവരോധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്തമായ ആൾക്കാർ ചേർന്നിട്ട് ഒരു ഇന്ത്യൻ ഭരണത്തിനെ വെക്കണമെന്ന് ആലോചിക്കുന്ന സമയത്ത് അങ്ങനെയാണ് അവർ കാണുന്നത്. അന്ന് ഈ ഭരണം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന നിലവാരത്തിൽ ഡെമോക്രസി ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മറ്റൊരു ഐഡിയയും ഇല്ല. ഇവര് ശരിയല്ല എന്ന് മാത്രം കാണുന്നത്. മാത്രമല്ല ഈ നമ്മൾ വെള്ളക്കാർ എന്ന് വിളിക്കുന്നവരായിരിക്കുന്ന യൂറോപ്യൻസ് മുഴുവനും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഇവരിലെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളിൽ നിന്ന് ഭിന്നമായി കാണാനും ഒക്കെ വിസിബിളായ ഒരു ശത്രുവാണ്. ഇവിടുത്തെ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കീഴടക്കിയാല് ശത്രു ആരാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ നല്ല പണിയെടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ വളരെ അപ്പം ബ്രിട്ടീഷ് വിരുദ്ധത എന്ന് പറയുന്നതിന്റെ ഐക്യമാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ബ്രിട്ടീഷുകാരങ്ങ് പൊയ്ക്കഴിഞ്ഞപ്പോ ഈ പട്ടാളവും ഒക്കെ നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഐക്യമേ പിന്നുള്ളൂ, പട്ടാളം നിൽക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല പുതിയ ബോർഡറാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഉണ്ടാകുക, അവിടെ വലിയ കലാപം ഉണ്ടാവുകയൊക്കെ ചെയ്തോടെ നമുക്ക് ഈ എളുപ്പമല്ല ഈ തരത്തിലുള്ള ഒരു ആയുധ നിർമ്മാണത്തിനും അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത്. വേണ്ട എന്ന് തീരുമാനിക്കുന്നതൊക്കെ സാധ്യതയില്ലാത്ത സമയമായിരുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ ലോകത്തിനകത്ത് ഒരു ധ്രുവീകരണം ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനും അതിന്റെ അലയൻസും അമേരിക്ക അവരുടെ അലയൻസും തമ്മിലുണ്ടാകുന്ന ഒരു രണ്ട് ചേരികളായിട്ട് നിൽക്കുകയും അതിനകത്ത് തമ്മിൽ ചേരാതെ നിൽക്കുന്ന ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഇന്ത്യ വഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ട്രാൻസിഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ആൾക്കാർക്ക് ഇപ്പൊ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാതിരിക്കുന്നത്. ഇന്ത്യക്ക് ഒരു സേ ഉള്ള കാലമുണ്ട്. ഈ യുണൈറ്റഡ് നേഷൻസിലെ 10 മണിക്കൂർ കണ്ടാണ് ഈ VK കൃഷ്ണമേനോൻ പ്രസംഗിക്കുകയോ ചെയ്യുന്നത്. അത്രയും നീണ്ട ഒരു പ്രസംഗമൊക്കെ അതിനു മുമ്പ് ആരും ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഈ യുദ്ധം നല്ലതല്ല എന്ന് അനുഭവിക്കാത്ത ഒരു ഇടം അന്ന് ഭൂമിയിലില്ല. എല്ലാവരും എല്ലായിടത്തും യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജപ്പാൻ അതിന്റെ അതിർത്തികളും അവർ നടത്തിയിരുന്ന യുദ്ധങ്ങള്, ജർമ്മനി നടത്തിയിരുന്ന യുദ്ധങ്ങള്, ഇറ്റലി നടത്തിയിരുന്ന യുദ്ധങ്ങള്, അത് അമേരിക്കയിൽ തന്നെ ഇതിനെ ബാധിക്കുന്ന നിലവാരത്തിൽ സ്പാനിഷുകാർ ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അവിടെ എല്ലാം
ചെറിയ തോതിൽ യുദ്ധങ്ങൾ അനുഭവിക്കാത്ത ഒരു ഇടവും ഇല്ലാതിരിക്കുന്ന ഒരു കാലമായിരുന്നു അത്. ഉം. വ്യാപകമായി യുദ്ധക്കെടുതി അനുഭവിച്ച, അതുപോലെ തന്നെ ഈ ആധുനികമായിട്ടുള്ള ബോംബുകളൊക്കെ വർഷിക്കുന്ന അതൊന്നും പണ്ടില്ലായിരുന്നല്ലോ. അങ്ങനത്തെ മനുഷ്യർ മരിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ വസ്തുവകൾ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ ലണ്ടനൊക്കെ ഇന്ന് നമ്മൾ ഗാസ കാണുന്നത് പോലാണ് ലണ്ടനൊക്കെ ഉണ്ടായിരുന്നത്. ഓ. യൂറോപ്പിലെ മുഴുവൻ നഗരങ്ങളും അങ്ങനെ തകർന്നു പോയായിരുന്നു. ഉം. അതെ. അതിനുശേഷം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മാർഷൽ പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പ്ലാൻ വഴിയാണ് ശരിക്കും പറഞ്ഞ യൂറോപ്പ് തിരിച്ചു വരുന്നത്. അങ്ങനെ അമേരിക്കയിലുള്ള സ്വത്ത് അവർ ഉപയോഗിച്ചിട്ട് മാർഷൽ പ്ലാൻ വെച്ചിട്ട് ഈ സകല രാജ്യങ്ങളും അമേരിക്കയോട് കടപ്പെട്ടു പോയി. ഓ. ഓക്കെ. അത് നമ്മൾ അറിയേണ്ടതുണ്ട്. യൂറോപ്യനിലുള്ള സ്വതന്ത്ര രാജ്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നവരെല്ലാം ശരിക്കും പറഞ്ഞ അമേരിക്കൻ അലയായി മാറാൻ ബാധ്യത വന്നു പോകുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇന്ന് കാണുന്ന നാറ്റോ ഒക്കെ രൂപപ്പെടുന്നത് അവിടുന്നാണ്. ഈ മാർഷൽ പ്ലാനിനകത്ത് ഇത് മുഴുവൻ എല്ലാ രാജ്യവും തകർന്നു പോയത് കാരണം കൊണ്ട് അത് മുഴുവൻ റീബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാൻ നമ്മൾ ഈസ്റ്റ് ഏഷ്യയിലൊന്നും ചെയ്തിട്ടില്ല. അതെ. അത് നമ്മൾ അറിയണം. അപ്പൊ അവരെ റിക്കവറി ചെയ്യുകയും ബാക്കിയുള്ളവർ മുഴുവനും പഴയതിനകത്തുനിന്ന് വളരെ പതുക്കെ റിക്കവറി ചെയ്ത് വരിക എന്ന് പറയുന്നതാണ് സംഭവിച്ചത്. അങ്ങനെയാണ് നമ്മളൊക്കെ ഈ ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കാലുറപ്പിച്ചു വരുന്നവരായിട്ട് മാറുന്നതൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിനകത്താണ് ഈ ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടാക്കുന്ന വഴി രണ്ട് വശത്ത് നിന്ന് പോകാതെ ഒരു അമേരിക്കയോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനോടോ മാറി അവരുമായിട്ട് ചേരിയിൽ ചെന്ന് നിന്നുകൊണ്ടുള്ള ഒരു ലോക രാഷ്ട്രീയം ഉണ്ടാക്കാതിരുന്നതിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. അതൊരു വലിയ ഡിഫറൻ്റ് ആയ ഒരു നിലയായിരുന്നു. അങ്ങനെ ഒരു ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ദാരിദ്ര്യത്തിലാണെങ്കിൽ നമ്മൾ വളരെ ഇതിലാണ് കിടന്നിരുന്നത്. എന്നാലും ഗാന്ധി ഉണ്ടാക്കിയ ഒരു ഇതുണ്ട്, നോൺ വയലൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അപ്പം ഇതിനൊക്കെ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു യുദ്ധം ഉണ്ടാക്കാതിരിക്കാൻ കഴിയുമായിരുന്ന, അത് വികസിപ്പിക്കാതിരിക്കാനായിട്ട് കഴിയുമായിരുന്ന ഒരു പറച്ചിലിന് ഒരു ഇന്റർനാഷണൽ സ്പേസിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അല്ലാതെ ആ സമയത്ത് ശരിക്കും പറഞ്ഞ ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ അതിരുകളാണെന്ന് നമ്മൾ മറന്നുപോകും. ഇന്ത്യയുടെ അതിരെന്നും പാകിസ്ഥാന്റെ അതിരെന്നും ഒക്കെ പറയുമ്പം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ അവര് തമ്മിൽ അവര് പിന്നോട്ട് മാറുമ്പോഴെല്ലാം ഏത് രാജ്യത്തുമാണോ ആ രാജ്യത്തിലെ അവരുടെ താല്പര്യങ്ങൾക്ക് വലിയ ഹാനി വരാതെ പിൻവാങ്ങുക എന്ന് പറയുന്നതും ആ പ്രദേശത്തെ ആൾക്കാർ തമ്മിലുള്ള ഐക്യം ഡിസ്കോർഡന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ തീമായിരുന്നു. അതെല്ലാ സ്ഥലത്തും അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ അവര് കോളനൈസേഷൻ വിട്ടു എന്ന് പറയുമ്പം അവർക്കൊരു ഒരു ചവിട്ടി നിൽക്കാൻ അവരുടെ കമ്പനികൾക്ക്, അവരുടെ മില്ലുകൾക്ക്, അവരുടെ വ്യവസായങ്ങൾക്ക് തടസ്സം വരാതിരിക്കത്തക്കവണ്ണമുള്ള പിൻവാങ്ങൽ തന്നെയായിരുന്നു ഉണ്ടായത്. അത് ആളുകൾ കാണാറില്ല. ആളുകൾ വിചാരിക്കുന്ന സ്വതന്ത്ര രാജ്യങ്ങളായി. ആ കരാറുകളൊക്കെ എടുത്ത് സൂക്ഷിച്ച് പരിശോധിച്ച് നോക്കിയാൽ ഇത് മുഴുവൻ നിൽക്കും. ലോകവ്യാപകമായി ഇവർ വ്യവസായം നടത്തുകയും അതിന്റെ വ്യാപാരവും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ്. അതിനകത്ത് അവരുടെ താല്പര്യങ്ങൾക്ക് നിലനിർത്തത്തക്കവണ്ണമുള്ള പോക്കറ്റുകളും ഈ ആളുകൾ തമ്മിലുള്ള ഐക്യം വലുത് ശക്തിയായിട്ട് ഉണ്ടാകാതിരിക്കാൻ നോക്കുന്ന നിലവാരത്തിലുള്ള ഡിസ്കോർഡൻസ് ഉണ്ടാക്കുന്ന നിലവാരത്തിലുള്ള ഇടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് മുഴുവൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ കാണുന്ന ഈ 80% യുദ്ധവും അന്ന് ബ്രിട്ടീഷുകാര് പാകിയ വിത്തിനകത്തു നിന്ന് മുളച്ചതാ. പാകിസ്ഥാനും ഇന്ത്യയൊന്നും അതിനു മുമ്പ് ഇല്ലല്ലോ. ഇന്ത്യക്കാരുടെ ഐക്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ഹിന്ദു എന്ന് പറയുന്ന ആശയം ബ്രിട്ടീഷുകാർ തന്നെ ഉൽപ്പാദിപ്പിച്ച് പാകിയതാണത്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന പാകിസ്ഥാനും ഇന്ത്യയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ അതേപോലെ തന്നെ ഇപ്പൊ മിഡിൽ ഈസ്റ്റില് ഇസ്രയേൽ ഉണ്ടാക്കുന്നവരാണ്. അവരവിടെ അവരുടെ ചവിട് അപ്പൊ ഈ ഓയിലൊക്കെ അങ്ങോട്ട് കണ്ടുപിടിച്ച് അതിന്റെയൊക്കെ ഇത് നിൽക്കുമ്പോഴാണല്ലോ ഈ പിൻവാങ്ങേണ്ടി വരുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഒരു ഫുട് പ്രിന്റ് വേണം, അവർക്കൊരു ആക്സസിബിൾ ആയ ഒരു പോയിന്റ് വേണം. അങ്ങനെയാണ് ഇസ്രയേൽ, അല്ലെങ്കിൽ ലോകം മുഴുവൻ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ നല്ല പണക്കാരായിട്ടുണ്ടായിരുന്ന ഇസ്രയേലികൾ അവരെല്ലാവരും കൂടെ ഇങ്ങനെ രാജ്യം നഷ്ടപ്പെട്ടു പോയവരാണെന്നൊക്കെ പറയുന്ന കഥ മെനഞ്ഞ് നമ്മൾ ഇന്ന് പറയുന്ന എല്ലായിടത്തു നിന്ന് ഈ ആൾക്കാരെ കയറ്റുമതി ചെയ്ത് അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് നമ്മളത് ബ്രിട്ടീഷുകാർ ചെയ്ത ഓരോന്നും നമ്മുടെ അടുത്ത് അങ്ങോട്ട് പഠിച്ചു നോക്കിയാൽ ഇന്ന് ഇസ്രയേൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നു. അവിടെ അവര് സ്വന്തമായിട്ട് നിൽക്കുന്ന
അമേരിക്കയുടെ സപ്പോർട്ടും ബ്രിട്ടന്റെ സപ്പോർട്ടും ഇല്ലാതെ ഇവരാരും നിൽക്കാനേ പറ്റത്തില്ല. ഉം. അതെല്ലാം ചെയ്തിട്ടാണ് അവിടെ. അതൊരു അതുപോലെ തന്നെ വ്യാവസായികമായ ചൈനയിൽ ആവശ്യത്തിനായിട്ടുള്ള ഒരു ആ ഇതായിട്ടാണ് കാണുന്നത്. അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് നമ്മൾ ഉം. പറയുന്ന, അതുപോലെ തന്നെ ഈ ട്രേഡ് നിലനിർത്തുന്ന സാധനങ്ങളിലാണ് അവരുടെ അധികാരം അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തത്രയും അവര് തകർന്നു പോയി. ഉം. അപ്പൊ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതിന്റെ മറുവശം അറിയാതാണ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സമരം ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ പിൻവാങ്ങിയെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, അവർക്ക് പിടിച്ചു നിൽക്കാനും കൂടെ കഴിയാതെ പോകുന്ന സ്ഥലങ്ങളാണ്. ഉം. വലിയ രാജ്യങ്ങളാകുമ്പോൾ തീരെയും പറ്റത്തില്ല. ഇന്ത്യ പോലൊരു രാജ്യം എന്ന് പറയുന്നത് അത്രയും വൈവിധ്യമാണ്. രാജ്യം നമ്മൾ പറഞ്ഞുകൂടാ, ശരിക്കും പറഞ്ഞ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അത് ഈ ബ്രിട്ടീഷുകാർ വിട്ടു പോകുമ്പോ തന്നെ ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷുകാർ ഭരിച്ചു എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നല്ലേ. അങ്ങനെയല്ല, അവർ നേരിട്ട് ഭരിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് മൂന്ന് സ്ഥലമാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഉം. മദ്രാസും മഹാരാഷ്ട്രയിലുള്ള ബോംബെയും, ഇതിനൊക്കെ അങ്ങനെ കൽക്കട്ടയൊക്കെ അവരുണ്ടാക്കിയതാണ്, അവരുണ്ടാക്കിയ നഗരമാണ്. ഉം. അപ്പം അങ്ങനത്തെ സാധനം അവസാനമാണ് അവർ ഡൽഹിയിലെത്തുന്നത്. അപ്പൊ ഇത് ഈ 4 പ്രദേശത്ത് മാത്രമാണ് ശരിക്കും നേരിട്ട് അവർ ഭരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ മതി, തിരുവിതാംകൂറും കൊച്ചിയും വേറെ ആയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. മലബാറിന്റെ വശം മദ്രാസ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് നേരിട്ട് ഭരിച്ചിരുന്നത്. ഉം. മൈസൂർ അപ്പുറത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവസാനം അവര് ടിപ്പുവിനെ തോൽപ്പിക്കുന്നത് വരെ വേറെ രാജ്യമായിട്ട് തന്നെ തുടരുകയായിരുന്നു. അതെ. അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുണ്ടായിരുന്നു, ഇതൊക്കെ നമ്മള് പോർട്ടുഗീസുകാരുണ്ടായിരുന്നു, ഇവരെല്ലാവരും ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അവരുടെ പോക്കറ്റുകൾ ഇപ്പോഴും നമ്മൾ ഈ എന്താണ് യൂണിയൻ ടെറിട്ടറി എന്ന് വിളിക്കുന്ന എല്ലാം പോർട്ടുഗീസുകാരുടെ കോളനികളും ഫ്രഞ്ചുകാരുടെ കോളനികളുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ മറന്നു പോകരുത്. അപ്പൊ അവര് നിലനിർത്തിയിരുന്ന രാജ്യങ്ങളും രാജാക്കന്മാരും തന്നെയാണ് അവർ സപ്പോർട്ട് കൊടുത്ത് നിർത്തിയിരുന്ന അവരുടെ സാമന്ത രാജ്യങ്ങളായിരുന്നു അതെല്ലാം. ഉം. ഈ 500 ചില്ലുവാനം നാട്ടുരാജ്യങ്ങൾ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കുന്നവരാണ്. അല്ലാതെ അവരവർ ഇന്ത്യ അങ്ങനെ നേരിട്ട് ഭരിച്ചു എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അങ്ങനെയൊന്നും അല്ലത്. പക്ഷെ നമുക്ക് കൊടുക്കുന്ന ഒരു ആളുകള് പിക്ചർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ എല്ലായിടത്തും അ- ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഈ ഹിസ്റ്ററി അറിയാതെ ആളുകൾ അങ്ങ് അസ്യൂം ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യയെ ബ്രിട്ടീഷുകാർ പിടിച്ചു വെച്ചിരുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയായിട്ട് മാറുന്നതെന്ന് അറിയണം. ഉം. അല്ലാതെ നമ്മൾ പണ്ട് അശോകന്റെ രാജ്യമായിട്ട്, അശോകനൊന്നും ഈ സൗത്ത് ഇന്ത്യയിലൊന്നും വന്നിട്ടേ ഇല്ല. ഉം. ഹർഷം വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഏറ്റവും വലിയ സാമ്രാജ്യമായിട്ടിരുന്ന മുഗൾ സാമ്രാജ്യം പോലും ഹൈദരാബാദ് അവിടെ വരെ വന്നിട്ടുള്ളൂ. ഇതൊക്കെ നമ്മളിങ്ങനെ അറിയാം. കാരണം ഈ ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്ന വലിയൊരു കീറാമുട്ടിയായിരുന്നു. അതെ. അപ്പം കപ്പലിൽ വരുന്ന കാരണം കൊണ്ടാണ് ഈ മദ്രാസ് ഈ ബ്രിട്ടീഷുകാരുടെ കീഴിലാകുന്നത്. ഇതൊക്കെ നമ്മൾ വലിയ സാമ്രാജ്യങ്ങളായിട്ട് വലിയ രാജ്യങ്ങളായിട്ട് കഴിഞ്ഞിരുന്നതാണ് ഇവിടെ ഒക്കെ. അപ്പൊ വ്യത്യസ്തമായ രാജ്യങ്ങളായിരുന്ന ഒരു പ്രദേശം മുഴുവനും കൂടെ കപ്പം കൊടുത്ത് ഒരു രാജ്യം പോലെ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത് അവരുണ്ടാക്കിയത്, അവർ കൈവശം വെച്ചത്, അവർ ബലപ്രയോഗത്തിൽ കീഴടക്കിയമായ പ്രദേശങ്ങളല്ലാതെ ഇതൊക്കെ ഇന്ത്യൻ രാജ്യത്തിന്റെ അതിർത്തിയാണെന്നൊക്കെ ഉള്ള നിലവാരത്തിൽ ആൾക്കാർ സംസാരിക്കുമ്പോൾ അങ്ങനൊന്നുമല്ല. നമ്മൾ ഈ വടക്കേ ഇന്ത്യക്കാര് ആ നോർത്ത് ഈസ്റ്റിലുള്ളവരെ വിളിക്കുന്ന ചിങ്കി എന്നാണ്. ഉം. അതെ. ചൈനക്കാരെന്നാ വിളിക്കുന്നത് തന്നെ. അത് വിളിക്കുമ്പം ആക്ഷേപിക്കാൻ വിളിക്കുന്നു എന്നുള്ള നിലവാരത്തിൽ മാത്രമാണ് കാണുന്നത്. പക്ഷെ ഈ ആ പ്രദേശത്തു നിന്ന് വന്ന ജനതയാണ് അവിടെ മുഴുവൻ ഉള്ളതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലാതെ അത് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഇവരുടെ നാഗന്മാർ എന്ന് പറയുന്നതൊക്കെ അധോലോകത്തിനെ പറ്റിയൊക്കെയാണ് അവര് അന്ന് കഥയൊക്കെ എഴുതുന്നത്. നമ്മളിതൊക്കെ അങ്ങനെ ഹിസ്റ്ററിയെ പറ്റി അറിയാതെ ആളുകൾ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന ഈ ചിത്രമാണ് ഇന്ത്യ പണ്ടേ ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു എന്നുള്ള നിലവാരത്തിൽ. ഭൂവിഭാഗം അവിടെ ഉണ്ട്, പക്ഷെ രാജ്യങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. സാമ്രാജ്യങ്ങൾ എന്ന് പറയുന്നത് മറാത്ത രാജ്യം വളരുമ്പോൾ അത് ഇവിടെ എല്ലാം കൊണ്ടുപോകും. ബംഗാളിലുള്ള രാജാക്കന്മാർ വളരുമ്പോൾ അവര് കൊണ്ടുപോകും. ദില്ലിയിലുള്ള രാജാക്കന്മാർ വളരുമ്പോൾ അവര് കൊണ്ടുപോകും. ഇന്ന് നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വെച്ചിട്ട് അത് പുറത്താണെന്നുള്ള നിലവാരത്തിലാണ് ആൾക്കാർ വ്യവഹരിക്കുന്നത്. ശരിക്കും ഇന്ത്യ ഭാരതം എന്ന് പറയുന്ന സാധനം പറയണമെന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനാണ് അതിന്റെ യഥാർത്ഥ കേന്ദ്രം. കാരണം കണ്ടഹാർ എന്ന് പറയുന്നതാണ് ഗാന്ധാരം. അവിടെയാണ് ഈ മഹാഭാരതം രാമായണം ഒക്കെ കഥ മുഴുവനുള്ളത്. തീവ്രവാദിയുള്ള സ്ഥല അങ്ങനെയാണല്ലോ. അതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുമ്പം എന്തോ ഇത് തുടരുന്ന പണ്ടേ 5000 വർഷമായി തുടരുന്ന സാമ്രാജ്യമാണെന്നൊക്കെ ഉള്ള നിലവാരത്തിലൊക്കെ ആൾക്കാർ സംസാരിക്കുമ്പോൾ എത്ര തരത്തിലുള്ള രാജ്യങ്ങളായിട്ടിരുന്നാണ് ഇവർ തമ്മിലൊന്നും അങ്ങനത്തെ യാതൊരു ഐക്യവും ഇല്ല. നമുക്ക്
വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ കഴിയാത്തവരാണെന്ന്, ഭാഷാപരമായ ഒരു ബന്ധവുമില്ലായിരുന്നു, അവരുടെ ഭരണ സംവിധാനങ്ങളിൽ ഒരിക്കലും എത്തിച്ചിട്ടില്ലാത്ത ഒരു സൗത്ത് ഇന്ത്യയാണ്. ആ സൗത്ത് ഇന്ത്യയെ തന്നെ മൂന്നാല് വലിയ രാജ്യങ്ങളായിട്ടായിരുന്നു അത് നിന്നിരുന്ന. മൈസൂറും ഈ ആന്ധ്ര എന്ന് പറയുന്നത് അന്ന് കൃഷ്ണദേവരായരുടെ രാജ്യമായിരുന്നു. ഹംപിയൊക്കെ തകർന്നു കിടക്കുന്ന ആ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ വലിയ 1000-700 വർഷമൊക്കെ തുടർച്ച ഉള്ള ഭരണമുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ഉം. അതുപോലെ ചോളൻ, അതെ. ചേരൻ, പാണ്ഡ്യൻ എന്നൊക്കെ പറയുന്ന ഒക്കെ വലിയ വ്യത്യസ്തമായ സാമ്രാജ്യങ്ങളായി തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ അറിയാതെ നമ്മൾ ഇതെല്ലാം കൂടെ ഈ ഭൂമിയുടെ ഈ കിടപ്പ് പോലുള്ള ഒരു രാജ്യം പണ്ടേ ഉണ്ടായിരുന്നു എന്നുള്ള നിലവാരത്തിൽ ആളുകൾ പറയുമ്പം അവർക്ക് തുടർച്ചയെ പറ്റിയൊന്നും അറിയാതാണ് അതൊക്കെ പറയുന്നത്. എവിടെയാണ് ഈ തുടർച്ച ഉണ്ടായെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു 100 വർഷം തന്നെ കഷ്ടിച്ചേ ഉള്ളൂ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അതിനു മുമ്പ് ഭരിച്ചിരുന്നത്, അല്ലാതെ അതെ. ബ്രിട്ടീഷുകാർ ഭരിച്ചില്ല. ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിളിക്കുകയും അവർ ശിപായി മ്യൂട്ടിനി എന്ന് വിളിക്കുന്ന 1855-ലുണ്ടായ കലാപമാണ് ഉം. ശരിക്കും പറഞ്ഞ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്നിടത്തേക്ക് എത്തുന്നത്. അന്ന് തൊട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 100 വർഷം കഷ്ടിച്ചേ ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുള്ളൂ. മറ്റേത് കമ്പനികൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ചിട്ട് അവരുടെ ഇടയിൽ നിന്നിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതല്ലാതെ ബ്രിട്ടീഷുകാർ 300 വർഷം ഭരിച്ചു എന്നൊക്കെ പറയുന്നതൊന്നും ശരിയല്ല. അപ്പൊ ഈ ഹിസ്റ്ററി ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണെന്ന് അറിയേണ്ടതുണ്ട്. അപ്പൊ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിട്ടുള്ളത് ഫ്രഞ്ചുകാരുടെ സഹായത്തോടാണ് അദ്ദേഹം ചെയ്തിരുന്നതെന്നുള്ള കാര്യം മറക്കരുത്. ഉം. ഏഹ് അതുപോലെ തന്നെ ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുമ്പോൾ ഈ ഝാൻസി റാണിയും താൻഡിയ തോപ്പിയും ഒക്കെ ചെയ്യുമ്പോഴേ അവരെല്ലാം അവരുടെ രാജ്യത്തിന് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യക്ക് വേണ്ടിയല്ല. സങ്കല്പം അവർക്കില്ല. പക്ഷെ ഇത്രയും ഈ അതൊക്കെ ഒരു നമ്മള് സമയത്ത് ആൾക്കാരുടെ ഒരു റിയാലിറ്റി ആയി മാറിക്കഴിഞ്ഞു അല്ലെ ഇപ്പോ. ആ- അല്ല അങ്ങനെ റിയാലിറ്റി ആകുന്നത് ഉം. ഭരണഘടന വരുന്നോണ്ടാണ്. അതെ. നമ്മളത് മനസ്സിലാക്കാനുള്ളത്. പക്ഷെ ഈ വ്യത്യാസങ്ങളും തമ്മിൽ ചേർന്ന്, ഞാൻ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന യാഥാർത്ഥ്യം അപ്രത്യക്ഷമാകുന്ന സമയത്ത് അവര് ഭരിക്കാൻ ഉപയോഗിച്ചിരുന്ന എല്ലാ സംവിധാനങ്ങളും കൈമാറുകയാണ് ചെയ്തത്. ഉം. അപ്പൊ ബ്രിട്ടീഷ് രാജാക്കന്മാർ എങ്ങനെയാണോ ഭരിക്കുന്നത് അതുപോലാണ് ഇന്ത്യക്കാരെ ഭരിക്കുന്നിടത്തെത്തിയത്. അതെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉം. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തിന് പകരം ഒരു ഇന്ത്യൻ ഭരണമാണ് സത്യത്തിലുണ്ടായത്. അത് നെഹ്റു ഒക്കെ ഇത് ഡെമോക്രറ്റൈസേഷനെ പറ്റിയൊക്കെ പറയുമ്പോൾ എല്ലാ വശത്തുമുള്ള ആളുകളെ ഒന്നിച്ച് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്ന ആശയം വരെ എത്തിയിട്ടുള്ളൂ. ഉം. ആ സമയത്താണ് ഈ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അത് ഈ കശ്മീരിന്റെ മുകളിൽ ഉണ്ടാകുന്ന അതിർത്തി തർക്കവും ചൈനയായിട്ടുണ്ടായ അതിർത്തി തർക്കവും, ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ സമാധാനം പറ്റത്തില്ല എന്ന് തോന്നുന്നിടത്തേക്ക് അന്നത്തെ സ്ഥലത്ത് ഈ യുദ്ധം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളായിട്ട്. ഇപ്പം ചൈന ഇന്ത്യയുടെ സ്ഥലം പിടിച്ചോണ്ട് പോയി എന്നാണ് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതൊന്നും ആരുടെയും സ്ഥലമൊന്നുമല്ല. അതെ. കൈവശവും ബലവും ഉള്ളവർ കീഴടക്കി വെച്ചിരുന്നു. ബ്രിട്ടീഷുകാർ മക്മോഹൻ രേഖ എന്നതിന് പറയുന്നത് ആ രേഖയ്ക്ക് പോലും. ഉം. അപ്പൊ മക്മോഹൻ രേഖ എന്ന് പറഞ്ഞാൽ അവിടെ കണ്ട് രേഖയുണ്ടോ? ബ്രിട്ടീഷുകാരനായ ഒരു സർവേയർ പറഞ്ഞതാണ് ഇവിടെ വരെയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഈ ഉം. മലനിരകളൊക്കെ ആരുടെയെങ്കിലും ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ കാടുകളൊക്കെ ആരുടേതും ആയിട്ടില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ മാറി കാടൊക്കെ റിസർവ് ഫോറസ്റ്റ്, ഒരു രാജ്യത്തിന്റെ റിസർവ് ഫോറസ്റ്റ് ആയി മാറുന്നു. മറ്റെങ്ങനെയല്ല, രാജ്യങ്ങൾക്ക് അതിർത്തി കാടായിരുന്നു, ആളായിരുന്നു. അല്ലെങ്കിൽ മലനിരകളായിരുന്നു, അല്ലെങ്കിൽ കടലായിരുന്നു. ഇങ്ങനെയായിരുന്നു നിന്നിരുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്നത് 47-ലാണെന്ന് അറിയേണ്ടത്. ഇത് ആൾക്കാർക്ക് അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ പഴഞ്ചൻകാരൻ, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ BJP-കാരനാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ വന്നതായിട്ട് തന്നെ സംസാരിക്കത്തില്ല. അവർ സംസാരിക്കുന്ന മുഴുവനും ഔറംഗസീബ് വരെയാണ് അവർക്ക് രാജാക്കന്മാരോട് ഉണ്ടായിരുന്നു, കൊള്ളക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരെ പറ്റി അവർ സംസാരിക്കത്തേ ഇല്ല. നേരെ തമാശയത്. അവസാനത്തെ രാജാവ് എന്ന് പറയുന്ന ഔറംഗസീബ് ആണെന്നുള്ള നിലവാരത്തിലാണ് പറയുന്നത്. അല്ലാതെ ബ്രിട്ടീഷ് രാജാവ് ഭരിച്ചിരുന്നു എന്നുള്ള കാര്യം എടുക്കുന്നില്ല. അവിടെയാണ് വിരോധത്തിന്റെ ഫലം. നമ്മൾ രസമായിട്ട് കാണേണ്ടതാണ്. അവരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും കൊള്ളയടിച്ചുകൊണ്ട് മംഗോളിയയിൽ പോയിട്ടുണ്ടോ? അവര് പോയിട്ടേ ഇല്ല. അവരിവിടെ തന്നെയായിരുന്നു 700 വർഷം ജീവിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരായിട്ട് എക്സിസ്റ്റ് ചെയ്തത് ഈ മംഗോളിയൻ ഈ രാജാക്കന്മാർ ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ അവര് സകല സാധനവും ഇവിടെ തന്നെ ഉണ്ടാക്കുകയും അന്ന് ഈ യൂറോപ്പിലുള്ള മുഴുവൻ ആൾക്കാരും കടന്നു വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വത്തുള്ള രാജ്യമായിട്ട് അറിഞ്ഞിട്ടാണ് വരുന്നത്. അതാണ് അവർ കൊള്ളടിച്ചോണ്ട് പോയത്.
ഉം. അത് കാണുന്നില്ല. അതിന് പകരം കൊള്ളക്കാരായിട്ട് ഇന്ന് ചിത്രീകരിക്കപ്പെടുന്നത് ഈ മുഗളന്മാരെയാണ്. മുഗളന്മാരെയാണ്. അതെ. അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അപ്പം ആ നിലവാരത്തിലുള്ള ഈ പെർസെപ്ഷൻ നമ്മൾ ലോകത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചകൾ എവിടെയാണ് ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചൈനയായിട്ട് നല്ല സൗഹൃദത്തിൽ കഴിയാമായിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അത് അന്ന് നമുക്ക് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അപ്പൊ ആ പരാജയപ്പെട്ടു പോയത് എന്താന്ന് ചോദിച്ചാൽ നെഗോഷിയേഷനാണ് അറിഞ്ഞത്. ഇപ്പൊ എങ്ങനെയാണ് ഈ അതിര് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് കഴിയാതെ പോയി. ഉം. ഇപ്പൊ നമുക്ക് അതിരെന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണെന്നും അല്ലാതെ അത് ആരുടെയെങ്കിലും വസ്തുവകകളൊന്നും അല്ലെന്നൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പൊ ഈ മിലിറ്ററി സ്ട്രാറ്റജികളൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. മിലിറ്ററി സ്ട്രാറ്റജി അതെ. അല്ലാതെ ഈ ജനങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നതല്ല. യുദ്ധം ജയിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ പട്ടാളം അത് ഇന്ത്യക്കാർ അതിനകത്ത് ഇരിക്കുന്നതെങ്കിലും ബ്രിട്ടീഷ് പട്ടാളം തന്നെയാണത്. ഉം. അവര് ആ പട്ടാളത്തിന്റെ യുക്തിയാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ കശ്മീര് സ്വതന്ത്ര രാജ്യമാണ്. അന്ന് അവർ ചേർന്നിട്ടില്ലാത്ത കാലമാണ്. അവരുടെ സ്വന്തം തീരുമാനപ്രകാരമാണ് അവർ ഇങ്ങോട്ട് ചേരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുന്നതുണ്ട്. അതുകൊണ്ടാണ് സ്പെഷ്യൽ കാറ്റഗറി കൊടുക്കാൻ ബാധ്യത വരും. ഇന്ത്യയിലേക്ക് ചേരുന്നത്. ആ ഇന്ത്യയിലേക്ക് ചേരുന്നത് ഈ ബാക്കിയുള്ളവർ അന്ന് ബ്രിട്ടീഷുകാർ കീഴടക്കിയിട്ടില്ലാത്ത ഒരു പ്രദേശമായിരുന്നു. ഉം. അതുകൊണ്ടാണ് അത് അങ്ങനെ നിന്നിരുന്നത്. അപ്പൊ ഇതുമൊക്കെ അറിയണം. അപ്പൊ അവര് പിൽക്കാലത്താണ് ചേർന്നത്. പക്ഷെ അതിന്റെ മുകളിലുള്ള ഡിസ്പ്യൂട്ട് ആണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിനുള്ള കാരണമായി തീർന്നത്. ഇതുപോലെ തന്നെ ഈ ഹിമാലയം എന്ന് പറയുന്നതിന്റെ ഇങ്ങേ സൈഡിൽ താമസിക്കുന്നവർ അങ്ങേ സൈഡിൽ താമസിക്കുന്നവരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹിമാലയം കടന്ന് ഇറങ്ങി വന്നവര് ചൈന വശത്തുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന നാഗന്മാരും ഈ പറയുന്ന വ്യത്യസ്തരായ അവര് ഈ വടക്കേന്ത്യക്കാര് ചിങ്കി എന്ന് വിളിക്കാൻ ബാധ്യത ഉണ്ടായിരിക്കുന്ന അവര് നേപ്പാൾ വരെ അവർ വന്നിരുന്നു എന്നുള്ള നേപ്പാളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അപ്പുറത്തു നിന്ന് വന്ന മനുഷ്യരാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതൊന്നും ഈ ചർച്ചയ്ക്കകത്തൊന്നും ഇല്ല. അപ്പൊ അവിടെ ആ മക്മോഹൻ രേഖ എന്ന് പറയുന്നത് അതിർത്തി നിർണയിക്കപ്പെടേണ്ടതും ചൈനയായിട്ട് തീരുമാനം ഒരു ഒരു എന്താ പറയുക യുദ്ധമില്ലാതെ ചെയ്തെടുക്കേണ്ട സ്ഥലങ്ങളാണ്. അത് പരാജയപ്പെട്ടു. ഈ പരാജയം കൊണ്ടാണ് ചൈനയായിട്ടൊരു യുദ്ധം ഉണ്ടായത്. ചൈനയായിട്ട് യുദ്ധം ചെയ്യുമ്പം സത്യത്തിൽ ഇന്ത്യയിലെ വലിയ ആർമി ഇല്ലാത്ത കാലമാണ്. ചൈനക്കാർ അന്നത്തെ അവസ്ഥയിൽ അവർക്ക് ഉണ്ടായിരുന്ന ആർമി വെച്ചിട്ടായാൽ പോലും ഇന്നത്തെ തർക്കമൊന്നും ഇല്ലാതെ അവർക്ക് ഇങ്ങനെ ഡൽഹി വരെ പിടിച്ചു പോകാവുന്ന അവസ്ഥ സത്യത്തിലുണ്ട്. അവര് അങ്ങനെ യുദ്ധം ചെയ്യുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചോളം ഈ ഹിമാലയത്തിന്റെ മറുവശത്തുള്ള ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന സ്ഥലത്തിന്റെ മേളില് അവർ ക്ലെയിം ചെയ്യുന്നുള്ളൂ. ഇത് നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കാവുന്നതായിരുന്ന പ്രദേശങ്ങളാണ്. ആ നെഗോഷിയേഷൻ നടക്കുന്നതിന് പകരം ആർമി ബലപ്പെടുത്തുന്ന യുക്തിയിലാണ് നമ്മൾ ചെന്നുപെട്ടത്. ഇതുകൊണ്ടാണ് ഈ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യൻ ആർമി ഇത്രയും, കാരണം അവര് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് ഗൂർഖ റെജിമെന്റ്, മദ്രാസ് റെജിമെന്റ്, സിഖ് റെജിമെന്റ്. കാരണം ഈ ജാതിയും മതവും അനുസരിച്ചിട്ട് തന്നെയായിരുന്നു അവര് തമ്മിൽ കലരാതെയാണ് അവര് അവരുടെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയത്. അല്ലാതെ ഇന്ത്യൻ ആർമി ഒന്നും അല്ല ഉണ്ടായത്. ട്രാൻസ്ഫർ ചെയ്തതൊന്നും ഇന്ത്യൻ ആർമി അല്ല. അത് നമ്മൾ അറിയണം. ഇന്ത്യക്കാരുടെ ആർമി എന്ന് നമ്മൾ പറയുമ്പം മതവും ജാതിയും അനുസരിച്ചിട്ടുള്ള സകല തരംതിരിവുകളുമായി ചേർന്ന ഒരു ആർമിയാണ് വന്നതെന്ന് അറിയേണ്ടതുണ്ട്. അതിനെ ആ ലെവലിൽ ട്രാൻസ്ഫർ ഇപ്പോഴും ആ പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെ, സിഖ് റെജിമെന്റ് എന്നൊക്കെ പറയുന്നത് നമ്മള് അങ്ങനൊന്നും ഉണ്ടായിക്കൂടല്ലോ. നമ്മുടെ ഒരു പൊതുവായ ഇന്ത്യൻ ആർമിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇങ്ങനത്തെ മതപരമായോ ജാതീയോ, കാരണം അവര് തമ്മിൽ അങ്ങനെ യോജിക്കത്തില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് സംബന്ധിച്ചിടത്തോളം ഇവരെ യോജിപ്പിക്കുന്ന യുക്തിയൊന്നും അവർക്ക് ആവശ്യമില്ല. നമുക്കങ്ങനല്ല. നമുക്കൊരു ഇന്ത്യൻ ആർമി ഉണ്ടാകുന്ന സമയത്ത് ഈ പഴയ സാധനങ്ങൾ തുടരുന്നുകൂടാ എന്ന് അറിയേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനൊന്നും ആ സമയത്ത് ചെയ്യാനൊന്നും കഴിയാതിരുന്ന ഒരു സ്ഥലവുമുണ്ട്. അത് അങ്ങനെ തുടരുക എന്ന് പറയുന്നതും ഈ പറയുന്ന ഡിവിഷൻസ് മുഴുവൻ തുടരുക എന്ന് പറയുന്നതൊക്കെയാണ് സംഭവിച്ചത്. ഇനിയും നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ സമയത്ത് ഇന്റർനാഷണൽ ആയിട്ടുള്ള പീസ് മേക്കിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ യൂറോപ്പിലൊക്കെ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായ എല്ലാവരും തകർന്നു നിൽക്കുകയും ഈ മാർഷൽ പ്ലാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തവരാണ് ജർമ്മനിയും ഫ്രാൻസും ഒക്കെ. അവരാ സാധനം എല്ലാം കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചിട്ടാണ് അവിടുത്തെ മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത് ജർമ്മനിയുടെ നേതൃത്വത്തിലല്ല, അമേരിക്കയുടെ നേതൃത്വത്തിലാണ് എല്ലാ രാജ്യങ്ങളും പിന്നുണ്ടായത്. അതുകൊണ്ട് അമേരിക്കൻ അലൈസ് ആകാൻ ബാധ്യത വന്നുപോയി അവരെല്ലാവരും. അപ്പൊ അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ മറുവശത്ത് വരുന്ന സ്ഥലത്തിൽ വരുന്നത് രണ്ട് ഭരണ സംവിധാനങ്ങളുമായിട്ട് സോഷ്യലിസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും മുതലാളിത്തം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും എന്നുള്ള നിലവാരത്തിൽ ഡിവിഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സംഭവിച്ചത്. ആ സംഭവിച്ചിട്ടുണ്ടാക്കിയ
പ്ലാനുകൾ പദ്ധതികളുണ്ട്. ഇതുകൊണ്ടാണ് ബെർലിൻ വാളൊക്കെ ഉണ്ടായിപ്പോയത്. ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനി ഒക്കെ ഉണ്ടായിപ്പോയത് അങ്ങനെയാണ്. അവിടെയൊക്കെയാണ് ഒരു അതിരുമില്ലാതിരുന്നിടത്താണ് ആ അതിരൊക്കെ ഉണ്ടായെന്ന് അറിയണം. അതെ, ഒരു രാജ്യമായിട്ടിരുന്നിടത്ത് ഉണ്ടായത്. അതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഈ അതിരെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുമ്പോ ഈ അതിര് മനുഷ്യനിർമ്മിതമാണെന്നും അത് താനെ ഉണ്ടായതല്ലെന്ന് അറിയേണ്ടതുണ്ട്. കടലും ഒരു നദിയോ ഒക്കെ അതിരായിട്ടിരിക്കുന്നതൊക്കെ പിന്നെ കണ്ടാ തോന്നും ഇതൊരു അതിരാണ്. മറ്റേത് വേലി കെട്ടേണ്ടി വരും. അങ്ങനെ വേലി കെട്ടുന്നിടമായിരുന്നു അതെല്ലാം. ഇപ്പൊ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ എന്തൊരു അവസ്ഥയാണെന്നറിയാം അതൊക്കെ. നമുക്ക് ഒരു രാജ്യമായിരുന്നു അവരെ ഈ രണ്ട് വിഭാഗക്കാര് കൈവശം വെക്കാൻ ശ്രമിക്കുന്നത് വഴിയാണ് സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ഒക്കെ ഉണ്ടാകുന്നത്. ലോകം മുഴുവനും അവർ പിൻവാങ്ങിയ സമയത്ത് അവരുടെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഏരിയകൾ നിർമ്മിച്ചാണ് അവർ പോയത്. ഹോങ്കോങ് അങ്ങനെയാണ് എത്ര വർഷമായിട്ട് ചൈനയായിട്ട് നിൽക്കുന്നത്, ഇപ്പൊ തൈവാൻ നിൽക്കുന്നത്. ഇതെല്ലാം ഈ ഇവരുടെ ക്രിയേഷൻസ് ആണ്, ഈ പിൻവാങ്ങിയവരുടെ ക്രിയേഷൻസ് ആണ് ഇതെല്ലാം. ഈ കുവൈറ്റ് നമ്മൾ ഇതൊക്കെ ഈ ഇസ്രയേൽ ഉണ്ടാകുന്നത് ഈ തരത്തിലുള്ള പോക്കറ്റുകള് ഇവര് അവരുടെ നിയന്ത്രണങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതല്ലാതെ അതൊന്നും സ്വന്തം. അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഗൾഫിൽ കാണുന്നതൊക്കെ വെറും പാവം പിടിച്ച ആൾക്കാർ അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ ഈ പെട്രോൾ കണ്ടുപിടിച്ച സമയത്ത് ആ കമ്പനികൾ ഉണ്ടാക്കിയ അവരിലുള്ള കൂട്ടത്തിൽ അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു കുടുംബത്തിനെ എടുത്ത് ഷേക്കായിട്ട് എന്നിട്ട് ഉണ്ടാക്കിയ രാജ്യമാണ് നമ്മൾ ഈ പറയുന്ന ദുബായ് ആയാലും സൗദി അറേബ്യ ആയാലും ഈ അവിടുത്തെ ആ UAE എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങളെല്ലാം മുഴുവൻ ബ്രിട്ടീഷ് നിർമ്മിതമായ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ കമ്പനികൾ ഉണ്ടാക്കിയ രാജാക്കന്മാരാ അത് മുഴുവൻ. അവിടെ രാജ്യങ്ങളായിട്ട് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഇറാനും ഇറാഖും ഒക്കെ 2000-3000 വർഷമായിട്ട് തുടർച്ചയുള്ളവരാണ് അവരൊക്കെ. ആ ആളുകളെല്ലാം പുറത്ത് നിൽക്കുകയും ഇവരെല്ലാവരും ഇവരുടെ അലയായി മാറുന്നത് അവർ ക്രിയേറ്റ് ചെയ്തവർ മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സൗദി അറേബ്യ അവര് ദുബായിലൊക്കെ നമ്മൾ പോയി അവിടുത്തെ മ്യൂസിയം ഒക്കെ കണ്ടാല് 70കളില് അവര് ജീവിച്ചിരുന്നത് ടെന്റിലും ഇതിലും ഒക്കെ ആയിരുന്നു നമ്മൾ കാണുന്നത്. അവരെല്ലാം അതൊക്കെ മനഃപൂർവ്വമായിട്ട് അവര് വില്ലന്മാരെ അവരെ ഒരു നാട്ടിലെ പ്രമാണി ആളെ എടുത്ത് അയാളെ ആം ചെയ്ത് അയാൾക്ക് സപ്പോർട്ട് കൊടുത്ത് നിർത്തി അവരെ വലുതാവും. അങ്ങനെ അവർ നിർമ്മിച്ച രാജ്യങ്ങളാണ് ആ കാണുന്നതെന്നല്ല അറിയണം. നമ്മൾ ഇന്ന് കാണുന്ന ഈ സൗദി അറേബ്യ, ഈ ദുബായില്, അതുപോലെ ആ UAE എന്ന് പറയുന്നിടത്ത് കുറെ കൊച്ചു രാജ്യങ്ങളുണ്ട്. ഇതെല്ലാം അവിടുത്തെ ഏതെങ്കിലും ഒരു ഗോത്രവർഗ നേതാവിനെ എടുത്തിട്ട് രാജാവാക്കി വാഴിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അവർ ഈ ഓയിൽ കമ്പനികൾ തന്നെ നേരിട്ടുണ്ടാക്കിയ രാജാക്കന്മാരതല്ല. അപ്പൊ അതൊക്കെ ഇന്ന് നമ്മൾ പറയുമ്പം അവരൊക്കെ പണ്ട് ആയിരക്കണക്കിന് വർഷമായി അവരെങ്ങനെ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന അവിടുത്തെ ജനത എന്നുള്ള നിലവാരത്തിൽ അവിടെ മീനെ പിടിച്ച് അവർ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന തരത്തിലെ രാജ്യങ്ങളൊന്നും ഉണ്ടായിരുന്നതല്ല. അതൊക്കെ ഇവര് നിർമ്മിച്ച രാജ്യങ്ങളാണ്. അതൊക്കെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിൽ അങ്ങനെ നിർമ്മിച്ച രാജ്യത്തിൽ ഒന്നായിരുന്നു ഇറാനകത്തുണ്ടായിരുന്ന ഷാ. ആ ഷായെ എതിർത്തത് വഴിയാണ് അവിടെ ഇപ്പൊ നമ്മൾ കാണുന്നത്. അവിടെ അവര് ആ രാജാവിനെ മാറ്റി പാർലമെന്റ് ഒക്കെ ഉണ്ടാക്കുമ്പം അവിടുത്തെ ജനത എന്ന് പറയുന്നത് 90% അല്ല 100% മുസ്ലിം ഫെയ്ത്തിലുള്ളവരായിരുന്നുകൊണ്ട് ആ ആശയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ ആ സമരം നടന്നത്. നമ്മള് ഇവിടെ ഗാന്ധി രാമായണവും ഒക്കെ എടുത്തു പഠിച്ചുകൊണ്ടും രാമരാജ്യം ഉണ്ടാക്കുന്ന യുക്തിയൊക്കെ പറയുന്നത് പോലെ പറയുന്നു എന്നുള്ളതേ ഉള്ളു അവിടെ. പക്ഷെ യഥാർത്ഥത്തിൽ രാജാവിനെതിരായിട്ടുള്ള സമരങ്ങളായിരുന്നു, രാജഭരണങ്ങൾക്ക് എതിരായിട്ടുള്ള സമരങ്ങളായിട്ടും പാർലമെന്റ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഈ പഴയ ആശയങ്ങൾ ഉപയോഗിക്കുന്നത് വഴി അത് മുഴുവൻ രണ്ടാമത് റീപ്ലേസ് ചെയ്യുന്ന ദുരിതത്തിൽ ചെന്ന് പെട്ടുപോയിട്ടുണ്ട്. അത് സംശയമൊന്നും വേണ്ട. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ രാജ്യങ്ങളൊക്കെ പിൽക്കാലത്ത് ഈ സമരത്തിനകത്തൂടെ രൂപപ്പെട്ടു വന്നതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ പണ്ടാണ്. ഇപ്പൊ ഈജിപ്തിലുള്ള രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ ഫറോവന്മാരുടെ തുടർച്ചയൊന്നും അല്ലല്ലോ. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള രാജാക്കന്മാരെ ഈ സുമേരിയക്കാരോ ബാബിലോണിയക്കാരോ ഒന്നും അതിന്റെ തുടർച്ചയൊന്നും അല്ലല്ലോ. ഇതൊക്കെ വേറെ വേറെ രാജ്യങ്ങളായിരുന്നെന്നും ഒക്കെ നമ്മൾ അറിയണം. ടർക്കിയിലെ ലോകത്തിലെ നമുക്ക് അറിയപ്പെടുന്നതിൽ ഏറ്റവും പഴക്കമുള്ള ഈ ഒരു ആരാധനാലയമായിട്ട് കാണുന്ന സ്ഥലം ഗോബക്കലി തെറ്റി എന്ന് പറയുന്നതൊക്കെ 10000 വർഷം മുമ്പ് ഉണ്ടാക്കിയ സാധനമാണ്.
എന്നുവെച്ചാൽ നമ്മൾ ഹണ്ടർ ഗാദറേഴ്സ് ആയിരുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിയ അവരും ഇപ്പൊ ടർക്കിയിലുള്ള ആൾക്കാരുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. ഉം. ഇതുപോലെയാണ് ഈ മോഹൻജദാരോ ഹാരപ്പ എന്നൊക്കെ പറയുന്നത്. ഈ ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ജനങ്ങളുമായിട്ട് അതിന് ഒരു ബന്ധമില്ലാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിന്റെ ആ ഭാഷയൊന്നും നമ്മളുമായിട്ട് ഒരു നമുക്ക് സംസാരിക്കാനൊന്നും ഒക്കാത്തതാണ്. അതെ. അപ്പം അത് എക്സ്റ്റെൻഡ് ആയി പോയിട്ടുള്ള നഗരങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഉണ്ടെന്ന് ലോകത്തുണ്ടെന്ന് നമ്മൾ അറിയണം. ഉം. ഇപ്പൊ ബാബിലോണിയൻ സംസ്കാരം, സുമേരിയൻ സംസ്കാരം എന്നൊക്കെ പറയുന്നത് മുഴുവനും ഇപ്പൊ ആ ടർക്കിയിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ വലിയ സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എക്സ്കവേറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്കിപ്പൊ അറിയാതിരിക്കുന്നത്. ഉം. അതെ. കുറച്ച് എക്സ്കവേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ചരിത്രം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉം. ഈ ആഫ്രിക്കയിലെ വലിയ മഹാരാജ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുള്ളതാണ്. ഇതൊന്നും ഇന്ന് നമ്മുടെ ഈ യൂറോപ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഹിസ്റ്ററിക്കകത്തില്ല. ഉം. അവർക്ക് ഈ യൂറോപ്പിലുള്ള ഹിസ്റ്ററി പിന്നെ അവർ പോയി എക്സ്കവേറ്റ് ചെയ്ത കുറച്ച് പ്രദേശത്തെ കഥയും വെച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ് ഇന്ന് പഠിപ്പിക്കുന്നത്. അല്ലാതെ മായന്മാരെ ഇൻകാസിനെ പറ്റിയൊക്കെ ഉള്ള അവരുടെ ഹിസ്റ്ററി ഒന്നും ആരും പറയുന്നില്ലല്ലോ. അതെ. അവരെ നശിപ്പിച്ച കഥയ്ക്കകത്തു നിന്നാണല്ലോ ആരംഭിക്കുന്നത്. അമേരിക്കയിൽ 300 വർഷം മുമ്പ് ആ രാജ്യം ആരംഭിച്ചെന്നുള്ള നിലവാരത്തിലാണല്ലോ സംസാരിക്കുന്നത്. അതെ. അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണെന്ന് നമ്മൾ ഇന്നും അങ്ങനെ സ്കൂളിൽ പറയുന്നത്. പഠിക്കത്തില്ലേ? അതെ. ആ പക്ഷെ അതൊക്കെ ഇവര് നമ്മൾ ആലോചിക്കണം. അവിടെ ഇവരിതില് ലക്ഷക്കണക്കിന് സക്സസ് ആണ്. കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു ഇത്തരത്തിലുള്ള പ്രദേശം. സ്റ്റോറീസ് പറയും. ഇത്തരത്തിലുള്ള സ്റ്റോറീസ് പറഞ്ഞ് ആൾക്കാരില് ഒരു രാഷ്ട്രബോധം ഉണ്ടാക്കി എടുക്കുന്നതിൽ അവർ സക്സസ് ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോഴും യുദ്ധങ്ങൾ. അല്ല, അത് വേറെ. അത് വേറെ കാര്യം. ഞാനീ പറയുന്നത് ഇത് പണ്ടേ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം എന്നുള്ള നിലവാരത്തിൽ ആളുകളോട് പറയുമ്പം നമ്മൾ അറിയണം. അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഹിസ്റ്ററി എന്ന് പറയുന്നത് അവിടെ കോടിക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നത് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ലെന്നുള്ള കാര്യമെങ്കിലും പഠിക്കണ്ടേ നമ്മള്. അതെ. ഇതേപോലെ ഓസ്ട്രേലിയയില് എത്രയോ ജനങ്ങളുണ്ടായിരുന്നു. അവരെ മുഴുവനും ഇല്ലാതാക്കി കളഞ്ഞിട്ടാണ് ഒറിജിനേറ്റ്സ് അവിടെ എന്നൊക്കെ ഓസ്ട്രേലിയ പറയുന്ന ആൾക്കാര്. അവരെ അബോർജിൻസ് എന്ന് മാത്രമാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ മാവോറിസ്, അതുപോലെ തന്നെ ഈ പപ്പാ ന്യൂഗിനിയയിലൊക്കെ ഉണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റി ഒന്നും ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ഉം. അതെ. എന്തിനാണ് നമ്മൾ തമിഴ്നാട്ടുകാര് ഈ കൊറിയയും സിംഗപ്പൂരും ഒക്കെ ഭരിച്ചിരുന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞൂടാ. അതെ. അവിടൊക്കെ എങ്ങനെയാണ് ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ നിൽക്കുന്നതെന്നും അതേപോലെ തന്നെ ഇസ്ലാം എങ്ങനെ അവിടെ വന്നു എന്നൊക്കെ ഉള്ള കാര്യമൊന്നും ഈ ആൾക്കാർക്ക് അറിഞ്ഞൂടാ. അപ്പം അതല്ല, ഇത് പല സമയങ്ങളിൽ പല രാജ്യങ്ങളുടെ ഭാഗമായി പോയതാണ്. ഈ തമിഴ്നാട്ടിലെ വലിയ രാജവംശങ്ങൾ ഉണ്ടായിരുന്ന കാര്യം ഇന്ത്യക്കാരായിരിക്കുന്നത് നമുക്ക് പോലും അറിഞ്ഞൂടാ എന്നുള്ളതാണ് തമാശ. അതെ. ഇപ്പൊ അങ്കോർ വാട്ടൊക്കെ അവിടെ കിടക്കുന്നതൊക്കെ ഈ ഇവിടുത്തെ കണക്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവിടെ അത് നിർമ്മിക്കുന്നത്. ഉം. അപ്പൊ ആ തരത്തില് ബാലിയിലൊക്കെ ഉണ്ടായിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും അവരുടെ വക രാമായണമാണ് കളിക്കുന്നത്. അതെ. അവര് മുഴുവനും വിശ്വാസികളായിട്ടിരിക്കുന്നത് ഇസ്ലാമിലാണ്, പക്ഷെ കളിക്കുന്നത് രാമായണമാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ഇതെന്താണ് ഇങ്ങനത്തെയുള്ള ഇത് വരുന്നതെന്നുള്ളത് ചരിത്രം പഠിക്കാതെ നമുക്ക് മനസ്സിലാക്കാനൊക്കത്തില്ല. അപ്പൊ നമ്മള് ആ ഏരിയകളിലൊന്നും ഒരു ഇതും ഇല്ലാതെ ഈ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷമുള്ള അതിരാണ് പ്രപഞ്ചത്തിൽ നമ്മുടെ അതിരെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാശിക്കൊക്കെ നിൽക്കേണ്ട കാര്യമില്ല. യുദ്ധങ്ങൾ ഒഴിവാക്കി നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് തീർക്കാൻ പറ്റും. നമ്മൾ ഇപ്പൊ തന്നെ ഈ വലിയ വാസ്റ്റായ ഒരു രാജ്യം, ഇന്ത്യ പോലൊരു രാജ്യം രൂപപ്പെടുത്തുന്നത് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തി നിർത്തിയോണ്ട് മാത്രം. അത് തന്നെ കീഴ്പ്പെടുത്തി നിർത്തിയെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ നിലനിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് 500 നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ ആയിട്ടിരുന്നത്. പിന്നെ എന്തിനാണ് രാജാക്കന്മാർ അവിടെ വരും? അപ്പോഴാണ് അതിനൊന്നും ഒരു മാറ്റവും വരത്തില്ല. നമുക്ക് തിരുവിതാംകൂർ വേറെ ഭരണ സംവിധാനത്തിനകത്ത് കപ്പം കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് മലബാറിലുണ്ടായിരുന്ന ജനങ്ങളുടെ ബോധരൂപീകരണമല്ല ഈ തിരുവിതാംകൂറിലുള്ള ജനങ്ങളുടെ ബോധം. അവിടെ ജാതിയും മതത്തിന് അവിടുത്തെ രാജാവിനെതിരായിട്ടുള്ള പുന്നപ്ര വയലാർ സമരമൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയാണ്. അതേസമയത്ത് ഈ മലബാറിലുണ്ടാകുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സങ്കല്പം പോലും, അവര് സ്വാതന്ത്ര്യ സമരത്തിലാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. വള്ളത്തോൾ കവിത എഴുതുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ്. കുമാരനാശൻ കവിത എഴുതുന്ന രാജാവിന് എതിരായിട്ടാണ്. അവിടെയാണ്. എന്നിട്ട് ബ്രിട്ടീഷുകാരുടെ നിന്ന് പട്ടും വളയും മേടിക്കുന്ന ആളാണ് കുമാരനാശൻ. ഇതൊക്കെ നമുക്ക് ടോട്ടൽ കൺഫ്യൂഷൻ തോന്നത്തില്ല. ഇതെന്താണ് ഈ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ഇവരൊക്കെ പങ്കുചേരാതിരുന്ന? അവരുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ രാജാവിനെതിരായിട്ട് സമരം ചെയ്തേ പറ്റൂ.
അപ്പൊ ഇന്ത്യ ആയിട്ടില്ല എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ടെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഉം. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പണ്ടേ തൊട്ട് ഇവിടൊക്കെ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഇവിടെ പാട്ടും പാടി കഴിയുമായിരുന്നു. അങ്ങനെ പാട്ടും പാടി കഴിയുന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാർ ചടയെന്ന് കടന്നു വന്ന് നമ്മളെ എല്ലാവരെയും കീഴടക്കിയതാണ് എന്നാണ് ആ കഥ. ഈ തൃശ്ശൂര് പഴശ്ശി യുദ്ധം ചെയ്യുന്നത് കൊച്ചിക്കാരനുമായിട്ടും സാമൂതിരിയായിട്ടുമാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം എല്ലാവരും അങ്ങ് മറന്നു പോകും. അതെ. ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് വാങ്ങി സമരം ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് എതിരെ സമരം ചെയ്ത കാര്യം ഇപ്പൊ പറയത്തുള്ളൂ, ഉം. മറ്റേതൊന്നും പറയത്തില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരമാണെന്ന് നമ്മൾ പറയുമ്പോഴേ പഴശ്ശിരാജാവിനെയൊക്കെ ഇങ്ങനെ ഭയങ്കര സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടൊക്കെ അവിടെ അവതരിപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ടതുണ്ട് അയാൾ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് മറ്റുള്ളവരെ എതിരെ യുദ്ധം ചെയ്തിട്ടുണ്ടെന്നും അവർക്ക് കപ്പം കൊടുക്കാനായുള്ള എതിര് കൊണ്ടുവന്നത് കൊണ്ട് ഉണ്ടായ സമരമാണ് അയാൾ ബ്രിട്ടീഷ് വിരുദ്ധത എന്ന് പറയുന്നത്. അയാളുടെ രാജ്യം നിർമ്മിക്കാനാണ്. അത് ഈ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതിനകത്തും അതുകൊണ്ടാണ് അവരെല്ലാരും കൂടെ അവരുടെ സാമ്രാജ്യത്തിനെ പറ്റി അവരുടെ ഓർമ്മയുള്ളത് ഈ ഔറംഗസീബിന്റെ കാലശേഷം ഉള്ളതാണ്. ഇതുകൊണ്ടാണ് മുഗൾ രാജവംശത്തിലുണ്ടായിരുന്ന ആളെയാണ് അന്ന് ഭരണാധികാരിയായിട്ട് അവർ വാഴിക്കുന്നത് ദില്ലിയില്. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ എന്തോ മോണോലിത്തിക്കായി ഇന്ന് നമ്മൾ പറയുന്ന ഈ സ്ഥലം, ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് മുഴുവൻ ഇന്നും നമ്മൾ ബോർഡർ സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ് നിർത്തിയിരിക്കുന്നത്. അല്ലാതെ അത് അവർ ഇതുവരെ ഇന്ത്യക്കാരായിട്ട് അതിന് ഇന്ത്യയിലെ ഈ ആ സമതലത്തിൽ കഴിയുന്ന ജനതയ്ക്ക് അവരന്യരാ. അതുകൊണ്ട് അവരെ ഇപ്പോഴും നമ്മളിപ്പം വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നവരെ മുഴുവൻ ബംഗാളിൽ നിന്ന് വിളിക്കുന്ന തരത്തിലുള്ള അന്യതയുള്ളവരാ. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരെ നമ്മൾ പാണ്ഡികളെന്ന് വിളിക്കുക എന്ന് പറയുന്നത് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോഴും. അല്ലാതെ ഇന്ത്യക്കാരായിട്ട് മുല്ലപ്പെരിയാർ വന്നാൽ മതി, മലയാളിയുടെ സകല ദേശീയത അവിടെ വെച്ച് തീരും. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ സാക്രോസാങ്ക്ട് എന്ന് പറഞ്ഞാൽ പവിത്രമായ ഒരു കാര്യത്തിന്, ഒരു അതിരിന് വേണ്ടി ഇവരെല്ലാരും കൂടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ 47-ലുണ്ടായ ഒരു അതിരാണ് ഈ പാകിസ്ഥാനുമായിട്ടുള്ളതെന്നും പാകിസ്ഥാൻ അതിന് മുമ്പ് രാജ്യമേ ഇല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇതിന് 2 രാജ്യവും ഇല്ല. അത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ല ഇന്ത്യയിൽ നിന്ന് മാറിപ്പോയതല്ല പാകിസ്ഥാൻ. ഈ 2 രാജ്യവും ഒരു പ്രദേശത്തെ ജനതയെ രണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് എന്താണ് ടാഗോറിന്റെ കവിതയ്ക്കകത്ത് പഞ്ചാബ് സിന്ധ് എന്ന് പറയുമ്പോൾ സിന്ധ് ഇന്ന് ഇവിടെങ്ങും ഇല്ല. ആ പാട്ടിനകത്ത് സിന്ധ് ഇല്ല, ഇന്ത്യയിലില്ല. അപ്പോഴും നമ്മളത് പാടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് മനുഷ്യനിർമ്മിതമായ അതിരുകൾ മാത്രമാണെന്നും അത് നെഗോഷിയേഷൻ കൊണ്ട് നിലനിർത്തേണ്ട സാധനമാണെന്നും അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവായ നീഡ് മാത്രമാണ്. നമ്മൾക്ക് എന്തിനാണ് തിരുവനന്തപുരം ജില്ല, ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ല എന്ന് തിരിക്കുന്നത്? എന്തിനാണ്? കേരളമല്ലേ, പിന്നെ എന്തിനാണ് അതങ്ങനെ തിരിക്കുന്നത്? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവായ ഒരു നീഡുണ്ട്. മോണോലിത്തിക് ആയിട്ടുള്ള ഒരു സാധനം നിലനിർത്തുന്നതിനേക്കാളും എളുപ്പമാണ് ഇത്തരത്തിലുള്ള സബ് ഡിവിഷൻസ് കൊണ്ട് നമ്മൾ പഞ്ചായത്തും താലൂക്കും ജില്ലയൊക്കെ ഉണ്ടാക്കുന്നത് പോലുള്ള മീനിങ്ങേ ഉള്ളു ഈ പറയുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അറിയേണ്ടതാണ്. അല്ലാതെ എന്തോ ഭയങ്കര ഒരു പണ്ട് രാജാക്കന്മാർ മറ്റുള്ള രാജ്യങ്ങളെ കീഴടക്കണമെന്ന് ആഗ്രഹിക്കുന്ന യുക്തി ഇന്ന് നമുക്ക് വേണ്ട. അന്യ രാജ്യങ്ങളെ കീഴടക്കുന്ന യുക്തി നമുക്കില്ല. ഇന്നിപ്പോ നമ്മൾ എപ്പോഴും ഡിഫൻസിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ ഈ അപ്പുറത്തിരിക്കുന്ന ആളുകൾ നമ്മളെ എന്തിനാ ആക്രമിക്കുന്നത് ചോദിച്ചാൽ ഡിഫൻസ് ആയിട്ടാണ് 2 പേരും പറയുന്നത്. നല്ല തമാശയാണത്. പ്രതിരോധിക്കാനാണ് ആർമി. ഈ പ്രതിരോധത്തിന് ചെലവഴിക്കുന്ന കാശ് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് പെരവെച്ച് കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാശ് മുഴുവന് അവിടെ ആളുകൾ തമ്മിൽ യോജിക്കാൻ, ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിൽ നടത്തിയിരുന്ന ഇത്തരത്തിലുള്ള സാധനം നെഗോഷിയേഷൻ കൊണ്ട് അവസാനിക്കുകയായിരുന്നു ചെയ്യുന്നത്. അത് ഗോർബച്ചേവിന്റെ കാലത്ത് അവർക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇത് ഇപ്പൊ റീസെന്റ് നമ്മൾ വളരെ റീസെന്റ് എന്ന് പറയാവുന്ന ഒരു കാര്യമല്ലേ. എത്ര പേര് ചത്ത അതിരാണത്. അതിനകത്തെ ഓരോ കല്ലും ഇന്ന് അവിടുത്തെ യൂറോപ്പിലുള്ള ആൾക്കാരുടെ മ്യൂസിയത്തിൽ വെക്കുന്ന പോലെ അവരുടെ പെരക്കകത്ത് വെച്ചിട്ടുണ്ട്. ബെർലിൻ വാളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞിട്ട്. നമ്മൾ എത്ര ലക്ഷക്കണക്കിന് മനുഷ്യർ ചത്തതാണെന്ന് ഓർക്കണം. അത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന നിലവാരത്തിലുള്ള അതിരുകളേ ഉള്ളു. അല്ല അതിനപ്പുറത്തോട്ടുള്ള വേറെ മീനിങ് ഒന്നും ഇന്നില്ല.
ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ന് മനുഷ്യസമ്മതമായ അഡ്മിനിസ്ട്രേഷൻ, മനുഷ്യർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള UN പോലുള്ളിടത്ത് ഇരുന്ന് സംസാരിച്ച് പറഞ്ഞ് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് ഈ ആയുധങ്ങളും ഈ പട്ടാളങ്ങളും ഇനി ആവശ്യമില്ല എന്ന് അറിയേണ്ടതുണ്ട് നമ്മൾ. ഉം. നമ്മുടെ മുന്നേ തന്നെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. യുദ്ധം ചെയ്യാതെ നെഗോഷിയേഷൻ കൊണ്ടുള്ള ഐക്യങ്ങളാണ് ഉള്ളത്. ഉം. ഇപ്പൊ തന്നെ നമ്മൾ ഈ യൂറോപ്യൻ യൂണിയൻ നമ്മളെടുത്താൽ ഫ്രഞ്ച് വാർഫെയർ നടന്ന സ്ഥലമില്ലേ, അതെ. ആ സ്ഥലം മുഴുവനും അവരെല്ലാവരും തമ്മിൽ എത്ര ലക്ഷം പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന കുടിപ്പക 100 years വാറുണ്ട് ഉം. ഈ ജർമ്മനിയും ഫ്രാൻസും തമ്മില്. 7 years വാറുണ്ട്. ഉം. ഇതൊന്നും ആൾക്കാർ അറിയാതെ ഇന്നിപ്പോ ചെങ്കം വിസയം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അവർക്ക് കഴിയുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഉം. നെഗോഷിയേറ്റ് ചെയ്ത് നിർത്താവുന്ന ഒരു രാജ്യത്തിനെ പക്ഷെ അപ്പോഴും ഇനി ഇത്രയല്ല, ഒരിക്കലും ഞാനൊരു ആൾക്കാർ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ യൂറോപ്യൻസ് അവിടെ നിൽക്കുമ്പോ അവർക്കുള്ളിൽ ഒരു ഐക്യമുണ്ട്, യൂറോപ്പിന്റെ ഒരു ഐക്യം. അതേസമയം പുറത്തുനിന്ന് ഒരു ഒരാളെ കാലത്തും ഇല്ലായിരുന്നു. ആ അത് ഇയാൾ ഇപ്പൊ കാണുന്ന ഐക്യം ആകാശത്തുനിന്ന് വന്നതല്ല. ഉം. ഇത്രയും ലോങ് ആയിട്ടുള്ള ഉം. എന്നുവെച്ചാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒട്ടോമൻ ടർക്സ് ഉണ്ടായിരുന്ന സമയത്ത് ഉം. എത്ര എന്താണ് കുരിശുയുദ്ധങ്ങൾ നടന്നിട്ടുള്ളതാണ്. അതെ. ടർക്കി എങ്ങനെയാണ് യൂറോപ്യൻ യൂണിയനിൽ ഇരിക്കുന്നത്? ഉം. അതെ. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇത് പറയുമ്പോ എന്തോ അവര് അത് ഈ നായന്മാരോട് ചോദിച്ചാൽ ഈഴവരെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നതാണ്. ഈഴവരോട് ചോദിച്ചാൽ നായന്മാരെല്ലാം ഒന്നിച്ച് നിൽക്കുന്നതാണ്. മുസ്ലിങ്ങളോട് ചോദിച്ചാൽ ക്രിസ്ത്യാനികളെല്ലാം ഒന്നിച്ച് നിൽക്കുന്നതാണ്. ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ മുസ്ലിങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കുന്നതാണ്. ആരും ഒന്നിച്ച് നിൽക്കുന്നൊന്നുമില്ല. ഉം. നമ്മുടെ പെർസെപ്ഷനാണ് ഈ യൂറോപ്യൻസ് തമ്മിൽ. നിങ്ങൾക്ക് ഒരു കാലത്ത് ആ തോർ എന്ന് പറയുന്ന ദൈവത്തിനെയൊക്കെ ആ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊന്നും ആരും കീഴടക്കാൻ അവർ സമ്മതിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളാണ് അതൊക്കെ. ഉം. നമ്മൾ ഈ ജർമ്മനി, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി പഠിക്കണം. ബിസ്മാർക്ക് എന്താണ് ചെയ്തത്? എത്ര കൊച്ചു രാജ്യങ്ങളെ ചേർത്താണ് ജർമ്മനി ഉണ്ടാക്കിയെന്ന് അറിയാവോ? ഓക്കെ. അതൊക്കെ നമുക്ക് ഈ വിഷയങ്ങൾ അറിയാതാണ്. അങ്ങനത്തെ ഒരു ഐക്യവും ഇല്ല. അത് അത് ഈ ആളുകൾ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഉണ്ടായ ഐക്യമേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്രിട്ടീഷുകാർ ബലപ്രയോഗത്തിൽ ഉണ്ടാക്കിയും ഇതെല്ലാവരും കൂടെ ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ടുള്ള ഐക്യമേ ഉള്ളു. അല്ലാതെ പഞ്ചാബുകാരനുമായിട്ട് നമുക്ക് എന്താ ഐക്യമാണുള്ളത്? അതെ, ശരിയാണ്. ബംഗാളി വരുമ്പോ ബംഗാളിന്ന് വരുന്ന വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നവരെ മുഴുവൻ ബംഗാളിന്ന് വിളിക്കുന്ന മലയാളിയാവുള്ളത്. അതെ. അങ്ങനത്തെ ഐക്യം ഇല്ല, വെറുതെ പറയുകയല്ലേ അത്. ഞാൻ പറയുന്നത് അത് നമുക്കിങ്ങനെ പാടുപെട്ട് ഉണ്ടാക്കിയ ഐക്യങ്ങളാണ്, ആണുള്ളത്. പക്ഷെ അല്ലാതെ ഐക്യമല്ല. ഇപ്പൊ മായ ഇൻകയൊക്കെ അമേരിക്കയിൽ എത്രയോ വർഷം അവര് പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതാണ്. അല്ലാതെ അവിടുത്തെ ആൾക്കാരെല്ലാരും ഐക്യപ്പെട്ട് അവിടെ ജീവിക്കുമായിരുന്നു? ഒന്നുമല്ല. അങ്ങനെ ഇല്ലായിരുന്നെന്ന് നമ്മൾ അറിയണം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കാനഡയും അമേരിക്കയും തമ്മിൽ അതിർത്തി ഇങ്ങനെ ബലപ്പെടുത്താതെയാണല്ലോ ഇരിക്കുന്നത്. അവര് രണ്ടും രാജ്യങ്ങളാണോ? ഒന്നുമല്ല, കയ്യേറിയ കൊള്ളക്കാര് തന്നെയാണ് അവർ രണ്ടുപേരും. അല്ലാതെ അവരുടെ രാജ്യം പോലൊക്കെ സംസാരിക്കുന്നത്. ഇപ്പൊ ട്രംപ് ഇരുന്നിട്ട് രാജ്യത്തിനെ പറ്റി സംസാരിക്കുമ്പോ കുടിയേറ്റക്കാരന്റെ മോനാണ് അയാള്. അല്ലാതെ അയാള് ആളാകുന്ന എങ്ങനെയാണ്? ഞാൻ പറയുന്നില്ലേ, സിവിൽ വാർ നടന്ന സ്ഥലമല്ലേ അമേരിക്കയിലെ? ആരുമായിട്ടാണ് സിവിൽ വാർ നടന്നത്? ഇത്ര ഐക്യപ്പെട്ട് നിന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനൊന്നും അല്ല. സദേൺ സ്റ്റേറ്റ്സും നോർത്തേൺ സ്റ്റേറ്റ്സും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇന്നും അത് അവിടെ മുഴച്ചു നിൽക്കുന്നതല്ലേ. നമ്മൾ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ ഉള്ള വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഇയാള് അവിടെ കാനഡയിലെ ഫ്രഞ്ച് പറയുന്ന സ്ഥലമില്ലേ, ക്യൂബക്കോ? അവിടെയൊക്കെ അതെ ഞാൻ ഈ പറയുന്നത്. ഇത് ഈ ആളുകൾ പറയുമ്പം സത്യമല്ല ഈ പറയുന്ന ഒന്നും തന്നെ. അതുകൊണ്ടാണ് ജർമ്മനിയെ എന്തിനാണ് ഇത്രയധികം വിരോധത്തോടെ ആൾക്കാർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരുടെ സ്വന്തം ഹിസ്റ്ററി മറന്നിട്ടാണ് ഇന്ന് അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് അത് ഓൺ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഹിറ്റ്ലറെ അവർക്ക് ഓൺ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് അവർ അവരുടെ ഹിസ്റ്ററി മറക്കുന്നത്. അങ്ങനെ മറന്നിട്ടാണ് ജർമ്മനി ഇന്ന് സഹകരിച്ച് നിൽക്കുന്നത്. ഫ്രഞ്ചുകാർ അവരുടെ ഹിസ്റ്ററി മറന്നിട്ടാണ് യൂറോപ്യൻ യൂണിയനിൽ നിൽക്കുന്നത്. സ്പാനിഷ് ആർമിയുടെ ഉണ്ടായിരുന്നതാണ് സ്പാനിഷ്. സ്പെയിൻ ആയിരുന്നു ലോകം മുഴുവൻ ആ സമയത്ത് ഭരിച്ചിരുന്നത്. അവരുടെ ഹിസ്റ്ററി മറന്നിട്ടാണ് അവര് ഈ യൂറോപ്പിലെ സൗത്ത് അമേരിക്കയും ഈ ആഫ്രിക്കയിലും ഒക്കെ കോളനി ഉണ്ടാക്കിയവരാ ഇവരെല്ലാവരും. അതുകൊണ്ട് ഇയാള് പറയുന്നവർ അങ്ങനെ ഐക്യമൊന്നും ഇല്ല.
അതൊരു ഈ ഇന്നത്തെ നെഗോഷിയേഷൻ കൊണ്ടുണ്ടായ ഒരു ഐക്യമാണത്. ഓക്കെ. ഈ നെഗോഷിയേഷൻ പോസിബിൾ ആണെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. എങ്ങനെയാണ് കാവേരി വരുമ്പോൾ തമിഴ്നാട്ടുകാരും കർണാടകത്തുകാരും പഴയ രാജബോധത്തിനകത്ത് രാജാവുണ്ടാക്കിയ ബോധത്തിനകത്തൂടെ വഴക്കിടാതെ അത് നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കുന്നത് പോലെ തീർക്കാവുന്ന കാര്യം മാത്രമാണ് ഇപ്പം പാകിസ്ഥാന് കൊടുക്കുന്ന വെള്ളം കൊടുക്കാതെ ഇരിക്കുന്നത്, മര്യാദകേട് കാണിക്കുന്നത് ഇന്ത്യക്കാരാണ് ചെയ്യുന്നത്. എന്നുവെച്ചാല് വാറിനകത്ത് ഒരിക്കലും വെള്ളം കൊടുക്കത്തില്ല എന്ന് പറയുന്നത് വാർ ക്രൈമാണ്. അത് ചെയ്തിട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഞാൻ അഭിമാനപൂർവ്വം അത് അനുഭവിച്ചിരിക്കണമെന്ന് ഞാൻ വിചാരിക്കണോ? അങ്ങനൊന്നും അല്ല. മര്യാദയില്ലാത്ത ആൾക്കാർ ഭരിക്കുന്നത് കൊണ്ട് ചെയ്യപ്പെടുന്ന ഇവര് പറയുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ ഇവര് പറയുമല്ലോ, അതായത് ഇപ്പൊ നമ്മള് കാശ്മീർ കൊടുക്കുകയാണെങ്കിൽ ഇനി അടുത്തതായിട്ട് ഒരു പഞ്ചാബ് കാശ്മീർ കൊടുക്കാൻ നമ്മുടേതല്ലത്. കാശ്മീർ ഞാനിത് പറഞ്ഞ അവിടെ ആദ്യം ആവശ്യപ്പെട്ട യുണൈറ്റഡ് നേഷൻസിൽ എത്ര തവണ റെസൊല്യൂഷൻ പാസ്സാക്കിയാണെന്നറിയാവോ? അവിടുത്തെ പ്ലെബിസൈറ്റ്, അവിടുത്തെ നമ്മളിപ്പോ ബ്രെക്സിറ്റ് നടക്കുന്ന പോലെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതാ. ചെയ്യത്തില്ല. ഇന്ത്യക്കാരാ ചെയ്യാതിരിക്കുന്നേ. ഇത് ഈ ടെറിട്ടറി നമ്മുടെ, അത് ഈ മിലിറ്ററിയിൽ ഇരിക്കുന്നവന്മാർക്ക് അതൊരു സ്ട്രാറ്റജിക് പോയിന്റ് ആണെന്ന് പറയുന്നത് കൊണ്ട് മാത്രമുള്ളതാണ് അതൊക്കെ. കരുവണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ചൈനയായിട്ടും ഉള്ള കോർണറാണത്. ഇതുകൊണ്ടാണ് ഈ വഴക്ക്. ഇതൊരു ഒരു മിലിറ്ററി യുക്തിയാണ്, അതൊരു പൊളിറ്റീഷ്യന്റെ സാധനമല്ല. ആർമി നിർണയിക്കുന്ന പോയിന്റാ ഇതൊക്കെ. ഈ ആർമി നിർണയിക്കുന്ന പ്രശ്നമാണ് പാകിസ്ഥാൻ അനുഭവിക്കുന്നത്. വിലപ്പെട്ട മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന ലോകവ്യാപകമായി ഈ രണ്ടാം ലോക മഹായുദ്ധത്തിനകത്ത് ഉണ്ടായ ഒരു സിസ്റ്റം ഉണ്ട്. അതൊരു വ്യവസായമാണ്. ആയുധ നിർമ്മാണത്തിന് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് മാറിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയത് കാരണം കൊണ്ടാണ് അവരാണ് സത്യത്തിൽ ഈ രാജ്യങ്ങളെ നിർണയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ രാജ്യസ്നേഹ പ്രശ്നമൊന്നും അല്ലത്. കൈവശം വെച്ച് നെഗോഷിയേറ്റ് ചെയ്ത് പുതിയ ആയുധങ്ങളെ ആൾക്കാരെ എവിടെല്ലാം സംഘർഷം ഉണ്ടാക്കാൻ പറ്റുന്നിടത്തെല്ലാം അത് ഊതിപ്പെരിപ്പിക്കുകയും അവിടെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ആയുധ ഇൻഡസ്ട്രിയുടെ പ്രശ്നമാണ്. അവരാണ് ഇന്ന് അമേരിക്കയെ നിർണ്ണയിക്കുന്നതും ഈ യൂറോപ്പിനെ നിർണ്ണയിക്കുന്നതും ഇന്ത്യയെ നിർണ്ണയിക്കുന്നതും ചൈനയെ നിർണ്ണയിക്കുന്നതും ഈ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ്. അവരുടെ യുക്തിയാണ്. അത് ജനാധിപത്യവുമായിട്ടോ ആളുകൾ തമ്മിലുള്ള വ്യവസായവും വ്യാപാരവുമായി ബന്ധപ്പെട്ടതല്ലേ. ഒരൊറ്റ ഇൻഡസ്ട്രിയാണ് ലോകത്തെ എല്ലാ ഇൻഡസ്ട്രിക്കും തടസ്സമായിട്ട് നിൽക്കുന്നത്. അത് ഈ മിലിറ്ററി സാധനമാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ളത് അങ്ങനെയാണ്. അല്ലാതെ എന്തോ രാജ്യപ്രശ്നമല്ലത്. ഈ വ്യവസായം, മിലിറ്ററിയുടെ ഈ ആയുധം ഉണ്ടാക്കുന്ന വ്യവസായം മറ്റ് രാജ്യങ്ങൾ, ഞാൻ കാർ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചോളം ലോകവ്യാപകമായി കാർ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. കുരുമുളക് ഉണ്ടാക്കുന്നവന് ലോകവ്യാപകമായി നമ്മളിപ്പോ കേരളത്തിൽ ഉണ്ടാകുന്ന കുരുമുളക് യൂറോപ്പ് അല്ലെ മലയാളി ഒരു കുരുമുളക് തിന്നത്തില്ല. അവൻ ആകെ തിന്നുന്ന സ്ഥലം എപ്പോഴാണെന്നറിയാം? വല്ല മരുന്നിനകത്ത് ഇടുന്ന സ്ഥലവും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്രിട്ടീഷുകാർ വന്ന് ബുൾസയുടെ മേളില് മുട്ടയുടെ മേളിൽ ഇച്ചിരി ഇതിട്ട് തിന്നാൻ പഠിപ്പിച്ച് അത് മാത്രമാണ് ഇവിടെ നമ്മൾ ഈ മെക്സിക്കോ നിന്ന് വന്ന മുളക് അരച്ച് തിന്നുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും കുരുമുളക് നമ്മുടേതാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളാരും ഉപയോഗിക്കാത്തതാണെന്നും കൂടെ ഓർക്കണം. എത്ര പേരാണ് കുരുമുളക് കൃഷി ഇട്ടിരുന്നത്? ഈയിടയ്ക്ക് അങ്ങാണ്ട് എന്താണ് ബീഫ് കുരുമുളകുകൾ വറുത്തതെന്ന് പറഞ്ഞാൽ പുതിയൊരു കറി ഈയിടയ്ക്ക് ഉണ്ടായതല്ല ഞാൻ ആകെ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ നമ്മളിങ്ങനെ അറിയേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന കുരുമുളക് എന്തിനാണ്? യൂറോപ്പിലുള്ള ആൾക്കാർക്ക് കൊടുക്കാനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് വ്യാപാരവും വ്യവസായവും എല്ലാ രാജ്യത്തെ ജനതയും നമ്മുടെ സാധനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നുള്ളത്. ഇതാണ് മറുവശം. ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ മറുവശം എന്ന് പറയുന്നത് മറ്റെല്ലാ വ്യവസായക്കാരും മറ്റെല്ലാ കച്ചവടക്കാരും ലോകവ്യാപകമായി ആളുകൾ വാങ്ങാൻ കഴിവുള്ളവർ അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അല്ലാതെ അവരെ ബോംബ് ചെയ്ത് കളയണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ആ സൈഡിലാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. നമ്മള് മലേഷ്യയിലുള്ള ആൾക്കാർ പാം ഓയിൽ ഉണ്ടാക്കുന്നത് ചൈനക്കാർക്കും ഇന്ത്യക്കാർക്കും കൊടുക്കാനാണ്. അല്ലെങ്കിൽ അവർക്ക് പാം ഓയിൽ അവരെല്ലാവരും കൂടെ അത് കഴിക്കുന്നതല്ല, അവരവിടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല. നമ്മൾ കുരുമുളക് ഉണ്ടാക്കുന്ന പോലെ അവരത് ഉണ്ടാക്കുന്നത്. ഇവരെ ഓവർകം ചെയ്യാൻ പറ്റാത്ത വേറൊരു വ്യവസായമായതുകൊണ്ടാണ്. അതാണ് പ്രശ്നം. ഇതൊരു മനുഷ്യ പ്രശ്നമാണ്. ഞാനിത് ഇന്ത്യക്കാരുടെയോ യൂറോപ്യൻസിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ചൈനക്കാരോ ഇങ്ങനെ അല്ല അത് മനസ്സിലാക്കുന്നത്. മനുഷ്യർക്ക് ഒരു പ്രോഫിറ്റബിൾ ആയ ഒരു വ്യവസായമാണ് ആയുധ നിർമ്മാണം എന്ന് പറയുന്നത്.
പ്രോഫിറ്റബിൾ ആയിരിക്കുന്നവരെണ്ണം നിർത്താൻ പറഞ്ഞാൽ ആരും നിർത്തത്തില്ല. അപ്പോ ഇതാണ് അതിന്റെ പ്രശ്നം. നമുക്കിപ്പോ പറയാൻ പറ്റിയ ഒരു സോക്കോൾഡ് അമേരിക്ക അല്ലെങ്കിൽ നാറ്റോയിലുള്ള രാജ്യങ്ങളാണല്ലോ ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തെ എതിർത്ത് ഇപ്പൊ ചൈന ആ പോലുള്ള ഒരു രാജ്യം. നാറ്റോയിലുള്ളവരെന്ന് പറഞ്ഞാൽ അമേരിക്ക നിർണയിക്കുന്ന നാറ്റോയേ ഉള്ളു. അതെ, എന്നാലും ഇപ്പൊ അല്ലാതെ മറ്റവര് പേടിച്ചിട്ട് നിൽക്കുക. കാരണം മാർഷൽ പ്ലാനിന് ശേഷം ഉണ്ടായിട്ടുള്ള അമേരിക്കയുടെ ഡോമിനൻസ് ആണ്. 750 കൃത്യമായിട്ട് അറിയണം, 750 സൈനിക താവളമാണ് ഭൂമി മുഴുവനും കൂടെ അമേരിക്കക്കുള്ളത്. ബ്രിട്ടീഷുകാർക്ക് അന്നുണ്ടായിരുന്ന സാധനം അവർ കൈമാറിയതിന് ശേഷവും 253 മറ്റോ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ 1000 ചില്ലുവാനം സൈനിക താവളമുള്ള അവരാണ് ഈ നിർണയിക്കുന്നത്, നമ്മുടെ ആം ട്വിസ്റ്റ് ചെയ്യുന്നവര്. അല്ലാതെ ഈ നാറ്റോ സഖ്യം ഒന്നും അല്ലത്, കീഴടങ്ങിയ ജനതയാണ്. അമേരിക്ക നിർണയിക്കുന്ന രാജ്യം മാത്രമാണ് ഇവരെല്ലാവരും. അല്ലാതെ നമ്മള് അമേരിക്കക്കെതിരെ നിൽക്കുന്ന യുദ്ധം ചെയ്യാൻ ബാധ്യത വരുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവര് തന്നെ കാശ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന സൈനിക താവളം ഉപയോഗിച്ച് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ബാധ്യത വരുമെന്ന് അറിയുന്നതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വശമുള്ള റഷ്യ എന്ന ഇന്ത്യ പോലെ അല്ലെങ്കിൽ ചൈന പോലുള്ള ഒരു രാജ്യം അവര് ഇത് ആർമി എന്നുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ. ഇപ്പൊ അമേരിക്ക ഇന്ത്യയിലെ ആർമിയുടെ സ്ട്രെങ്ത് കൊണ്ടാണെങ്കിൽ നേപ്പാൾ എങ്ങനെയാ നിൽക്കുന്നത്? അതൊക്കെ ഞാൻ പറയുന്നത് അതല്ല, ഭൂട്ടാൻ എങ്ങനെയാണ് നിൽക്കുന്നത്? അല്ല, അത് അങ്ങനെ ഇത് നമ്മൾ ആകെപ്പാടെ 4 രാജ്യമേ ഈ ലോകത്തുള്ള നിലവാരത്തിൽ ചർച്ച ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഇന്ത്യയും ചൈനയും ബ്രിട്ടനും അമേരിക്കയും രാജ്യം തീർന്ന്. അപ്പൊ ഈ ആഫ്രിക്കയിലെ 56 രാജ്യം ഇവിടെ പോയി, അവരെങ്ങനെ ജീവിക്കും? നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ളത്. പഴയതുപോലെ ഇനി ഒരു രാജാവ് തോപ്പിച്ചാൽ അവർക്ക് ആ രാജാവിനോടൊപ്പം ചേരുന്ന ജനത ലോകത്ത് ഇന്നില്ല. അല്ല, പക്ഷെ ഈ പറഞ്ഞ രാജ്യങ്ങൾ ആഫ്രിക്കയിലുള്ള രാജ്യങ്ങൾ ഒന്നെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ അത് അങ്ങനെ ആയിരുന്ന കോളനൈസേഷൻ അവര് ചെയ്തിട്ടാണ് ഇത് പറയണ്ടേ. അവരെല്ലാവരും അതിനകത്തുനിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ആ മാറിയതാണ് അവരുടെ പ്രശ്നങ്ങള്. അതുകൊണ്ടാണ് ആയുധം കൊടുത്തിട്ട് അവര് തമ്മിലുള്ള ഇപ്പൊ ഹൂട്ടീസും ടുട്ടൂസും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന മുഴുവനും ഇവന്മാർ ആയുധം കൊണ്ടുപോയി അവർക്ക് കൊടുക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ AK-47 അവരാരെങ്കിലും ഉണ്ടാക്കുവോ? ഇല്ല. ഇവർ ഉണ്ട കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ ഇപ്പൊ കൊടുക്കുന്ന ഉണ്ട കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ തന്നെ അവിടുത്തെ യുദ്ധം നിൽക്കും. ഇത് ഇവര് എഞ്ചിനീയർ ചെയ്യുന്നതാണെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ ഇവര് തമ്മില് നമ്മളെങ്ങനെ ഇപ്പൊ ചൈന പോലുള്ള രാജ്യം അതിന് ഞാൻ പറഞ്ഞ ചൈന രാജ്യം ആരെയാണ് ആക്രമിച്ചിട്ടുള്ളത്? എന്തെങ്കിലും ആക്രമിച്ചിട്ടില്ല. പിന്നെ എന്തുവാണ് ഇത്? അമേരിക്കയിൽ ഇരുന്ന് പറയുന്ന കഥയാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ മീഡിയ പ്രചരിപ്പിക്കുന്ന ചൈന ഉടനെ തന്നെ എല്ലാരും ആക്രമിക്കാൻ പോവാണെന്ന് പറയുന്നത് അവര് പാലവും ചൈന ആക്രമിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചൈന പോലുള്ള ഒരു രാജ്യം അവരുടെ മിലിറ്ററി പവർ ലൂസ് ചെയ്യാണ്. അപ്പൊ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം അവരുടെ മിലിറ്ററി പവർ ലൂസ് ചെയ്യുന്ന മിലിറ്ററി പവർ ലൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അമേരിക്കനെ എതിർക്കും. അമേരിക്കയെ നിർണയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മിലിറ്ററി പവർ ഉള്ളത് കൊണ്ടല്ല. മിലിറ്ററി പവർ ഉപയോഗിച്ചിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന മിലിറ്ററി പവറിനെ റെഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ നെഗോഷിയേഷൻ ചെയ്യേണ്ടത്. ഒരു രാജ്യത്തിനെ ഇനി ഒരു രാജ്യം ഭരിക്കാൻ പറ്റത്തില്ല. ആ കാലം കടന്നുപോയി എന്നുള്ളത്. അതാണ് ഞാൻ ഈ പറയുന്നത്. വളരെ ക്രൂഷ്യലായ ഒരു പോയിന്റ് അത്. പണ്ടൊരു രാജാവ് വേറൊരു രാജ്യത്തിനെ തോപ്പിച്ച ആ തോപ്പിച്ച രാജാവിന്റെ കൂടെ എല്ലാവരും പോവും. ഇന്ന് പോകത്തില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ടാണ് അമേരിക്ക ഇറാഖിൽ യുദ്ധം ചെയ്ത് എന്തായിരുന്നു കുറച്ചു മുന്നേ അതൊന്ന് മിസ്സായി പോയി. എന്തായിരുന്നു പറഞ്ഞത്? ഈ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരു രാജ്യത്തിനെ കീഴടക്കിയാൽ ആ ജനത ആ മറ്റേ രാജാവിനോടൊപ്പം പോകുന്ന ഈ ലോകം ഇന്നില്ല. അത് ഈ കോളനൈസേഷൻ കാലത്ത് ഇവർ ഈ കൊള്ളയടിക്കാൻ തുടങ്ങിയപ്പോൾ അതാത് പ്രദേശത്തെ ജനങ്ങള് ആ രാജാവിനെതിരെ തിരിയുന്ന ലോകം ഉണ്ടായി. ഇത് മനുഷ്യ ഹിസ്റ്ററിയിൽ സംഭവിച്ചതാ. അതുകൊണ്ടാണ് രാജ്യസ്നേഹം ഉണ്ടായത്. മറ്റേ രാജാവിനോടായിരുന്നു കൂറ്. രാജാവിനോടുള്ള കൂറ് രാജ്യത്തിനോടുള്ള കൂറായി മാറുക എന്ന് പറയുന്നതാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സംഭവിച്ചത്. അങ്ങനെയാണ് രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇന്ന് പറയുന്ന രാഷ്ട്രം ഈ കൊടിയൊക്കെ പിടിച്ചു നിൽക്കുന്ന അതിനോടാണ് നമ്മൾ അലീജൻസ് ഉള്ള, നമ്മൾ ജാതി മതങ്ങൾക്ക് അതീതമായി ഇന്ത്യക്കാരാകണമെന്ന് പറയുന്ന പ്രസ്താവനയൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന രാജ്യങ്ങൾ ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടില. അതിനു മുമ്പ് ഇല്ല. അതിനു മുമ്പ് രാജാക്കന്മാരുണ്ടാക്കുന്ന രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ അതിരുകൾ ഇന്ന് നമ്മൾക്ക് അതിര് നിർണയിക്കാൻ കഴിയുന്ന, അളന്ന് നിർണയിക്കാൻ കഴിയുന്ന മെക്കാനിസവും ടെക്നോളജിയൊക്കെ വികസിച്ചത് കൊണ്ടാണ്
നമുക്ക് ഇതൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് ഈ ഇത്രയും വശം നിങ്ങൾ എടുത്തോളൂ, നമ്മൾ തമ്മിൽ യുദ്ധം വേണ്ട എന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോകത്ത് എത്തിയിട്ടുണ്ട് നമ്മള്. ഉം. അത് ഈ വ്യാപാരം, ഈ ആയുധ വ്യാപാരം ഒഴിച്ച് മറ്റെല്ലാ വ്യാപാരവും അതെ, എല്ലാ വ്യവസായവും ആ ഒരു ലോകത്തെ ആളുകൾ സമാധാനത്തോടെ നിന്നാൽ മാത്രമേ വികസിക്കത്തുള്ളൂ. ഉം. അതെ, അതാണ് അതിന്റെ ഫലം. അപ്പൊ നമുക്ക് ഒരു സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ പറഞ്ഞാൽ ഈ വളരെ വികസിച്ച് നിൽക്കുകയും വളരെ ലാഭകരമായി നിൽക്കുന്ന ആയുധ കച്ചവടത്തിന്റെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഈ മറ്റുള്ളവർ ചേർന്ന് വിലക്ക് മേടിച്ച് പണ്ട് രാജാക്കന്മാർക്ക് പെൻഷൻ കൊടുത്ത് മാറ്റിയതുപോലെ ഇവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് അത് അടയ്ക്കുക എന്നുള്ളതാണ് സത്യത്തിൽ സ്ട്രാറ്റജിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഉം. അല്ല ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതിന് എരിയേറ്റി രാജ്യങ്ങളാക്കി നിർത്തിയാലേ തമ്മിൽ അടിച്ച് വേസ്റ്റായിട്ട് നമ്മൾ കളയും. നമ്മൾ ഉണ്ടാക്കുന്ന ലോൺ എടുത്ത പെരയാണ് ആ ഗാസായാലും മുഴുവൻ ബോംബ് ചെയ്ത് കളയുന്നതെന്ന് ഓർക്കണം. അതെ, അത് നമുക്ക് പ്രയോജനരഹിതമായ പഴയ ഒരു വികാരം, രാജാക്കന്മാരുണ്ടാക്കിയ ഒരു വികാരമാണ് നമ്മളിൽ ഈ രാജ്യം എന്ന് പറയുന്ന സാധ്യത നിൽക്കുന്നത്. അത് നമുക്ക് മറികടക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നതും അമേരിക്കയിലെ ഫെഡറൽ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നതും ഒക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നതിനകത്ത് തമ്മിൽ യുദ്ധം ചെയ്തിരുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ആയിട്ടിരിക്കുന്നത്. ഈ സാധ്യത എക്സ്പ്ലോർ ചെയ്യാനാണ് ഈ പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് വ്യവസായം എന്ന നിലവാരത്തിൽ ആയുധ കച്ചവടക്കാരുടേതായ വലിയൊരു ലോബി ലോകത്തുണ്ട്. അവരെയാണ് മറ്റ് വ്യവസായങ്ങളുള്ള മറ്റു വ്യാപാരികളും കൂടെ ചേർന്ന് അവരെ തോപ്പിക്കുമൊന്നും അല്ല, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറയുന്നതാണ് ചെയ്യേണ്ടത്. നമുക്ക് പൊല്യൂട്ടിങ് ആയ ഒരു ടെക്നോളജി ഉണ്ട്, പകരം ഒരു ടെക്നോളജി ഉണ്ടാകുമ്പോൾ ഇവർ നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ കൊടുത്ത് പൂട്ടിക്കുക എന്നുള്ളത് മാത്രമേ പറ്റൂ. ഇപ്പൊ നമ്മൾ രാജാക്കന്മാരെ മാറ്റുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുത്ത എന്തിനാ? ഒരു യുദ്ധം ഒഴിവാക്കാനാണ്. ഒരു യുദ്ധം ഒഴിവാക്കാനാണ് അത് ചെയ്തത്. ഇതുപോലുള്ള സ്ട്രാറ്റജികൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. യുദ്ധം കഴിഞ്ഞ് സമാധാന സംഭാഷണത്തിലല്ലയോ യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത്. യുദ്ധം ചെയ്തിട്ട് പ്രയോജനരഹിതമായ യുദ്ധങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടലി മറ്റേതങ്ങനല്ല. ആളുകളെ കൊല്ലത്തുള്ളായിരുന്നു. ഒരു കൂട്ടര് വന്ന് അമ്പോ വാളോ വില്ലോ ഒക്കെ ഉപയോഗിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ തോക്ക് വരെ വെച്ച് വെടിവെക്കുന്ന സമയത്ത് ഈ ബോംബ് കണ്ടുപിടിക്കുമ്പം ഡിസ്ട്രക്ഷനാണ് ഉണ്ടാകുന്നത്. മറ്റേത് ഈ വിജയിച്ചവർക്ക് ഈ രാജ്യത്ത് അതിന്റെ മുഴുവൻ സൗഭാഗ്യങ്ങളുമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതിപ്പോ അങ്ങനെയല്ല. ബോംബ് ചെയ്ത സ്ഥലത്ത് അവിടെയാണ് ഈ ആറ്റം ബോംബിന്റെ ഏറ്റവും വലിയ മീനിങ്ലെസ്നെസ് ഉണ്ടായത്. അത് ഇട്ട സ്ഥലത്ത് ഇട്ടവനും പോകാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് അത് ഇടാതിരിക്കുന്നത്. ആളുകൾ വിചാരിക്കുന്നത് ആറ്റം ബോംബ് തോക്ക് കാണിച്ചിട്ട് പൈസ എടുക്കുന്ന പറയുന്ന പോലെ കാണിക്കാനേ കൊള്ളത്തുള്ളൂ, ഇടാൻ കൊള്ളത്തില്ല. ഇത് അതൊരു ഡെഡ് എൻഡ് ആണ്. നമ്മുടെ ടെക്നോളജിയിൽ ഒരു ഡെഡ് എൻഡ് ഉണ്ടായതാണ് ഈ ന്യൂക്ലിയർ വാർഹെഡ് എന്ന് പറയുന്നത്. തമ്മിൽ കൊല്ലാം എന്നുള്ളതല്ലാതെ ഒരിക്കലും. മറ്റേത് യുദ്ധത്തിനൊരു മീനിങ് ഉണ്ട്, ഒരു അർത്ഥമുണ്ട്. അതിനൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പ്രദേശം പിടിച്ചാൽ നമുക്ക് നല്ല കച്ചവടം നടത്താവുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ പോർട്ട് പിടിച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകാവുന്ന, അല്ലെന്നുണ്ടെങ്കിൽ കൃഷിസ്ഥലം പിടിച്ചാൽ നമുക്ക് ആഹാരം ഉണ്ടാക്കാവുന്നൊക്കെ പറയുന്ന യുക്തികളുണ്ട്. ആറ്റം ബോംബ് ഇട്ടെടുത്തിട്ട് ആർക്ക് പോകാൻ പറ്റും? ആർക്കും പോകില്ല. അതാണ്. അതുകൊണ്ടാണ് ഇത് ഇടാത്തത്. അല്ലാതെ എല്ലാരും വിചാരിക്കുന്ന ആറ്റം ബോംബ് ഇടാതിരിക്കുന്ന മര്യാദ കൊണ്ടാണെന്നാണ്. മര്യാദയുള്ള മനുഷ്യരായി നമ്മൾ മാറിയിട്ടില്ല. അത് എനിക്കും അറിയാം. അത് പക്ഷെ നമുക്ക് ഇത്രയും അധികം പരസ്പരം ഇന്ന് നമുക്കൊരു പാസ്പോർട്ട് കൊണ്ട് പോകാൻ പറ്റുന്ന രാജ്യങ്ങളല്ലേ ഇത്? അന്യരാണ്, അവര് ഭയങ്കര ഭീകരന്മാരാണെന്ന് പറഞ്ഞ് അവിടെ പോയി നോക്കരുതോ? അതും അവിടെ ഒരു പാസ്പോർട്ട്, ഇപ്പൊ ചില രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തേക്കും പോകാൻ പറ്റുന്ന രീതിയിലായി. അതുകൊണ്ടാണ് ആ സാധ്യതകൾ ലോകത്തുണ്ടായത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ മനുഷ്യരാശിക്ക് നെഗോഷിയേഷൻ കൊണ്ട് തീർക്കാവുന്നതും രണ്ടു കൂട്ടർക്കും നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മറ്റു രാജ്യത്തുള്ളവർ വാങ്ങണം എന്ന് വിചാരിച്ചുണ്ടാക്കുന്നവരായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ തേങ്ങ ഉണ്ടാക്കുന്നത് നമുക്ക് തിന്നാനായിരുന്നു, അല്ലാതെ യൂറോപ്പിൽ കയറ്റുമതി ചെയ്യാനല്ല. ഇത് നമ്മൾ അറിയണം. ഇന്ന് നമുക്ക് അന്യരാജ്യത്തെ മാർക്കറ്റ് കണ്ടുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കളും അവിടുത്തെ മാർക്കറ്റ് കണ്ടുണ്ടാക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ സാങ്കേതിക വികസിച്ച ഇപ്പൊ സെൽഫോൺ ഉണ്ടാക്കുന്നതായാലും ശരി, കാർ ഉണ്ടാക്കുന്നതായാലും ശരി, മെഷീൻസ് ഉണ്ട്, ലേത്ത് ഉണ്ടാക്കുന്നതായാലും, ഇതെല്ലാം അന്യരാജ്യത്ത് കൊടുക്കുന്നതിനെ പറ്റി കൂടെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ രാജ്യങ്ങളുടെ അതിർത്തി ഭേദിച്ച വ്യവസായവും വ്യാപാരവും വികസിച്ച് നിൽക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്ന ഏക സാധനം ആയുധ കച്ചവടം മാത്രമാണ്.
ഉം. അത് അവര് ഈ പഴയ സാധനങ്ങൾ ഊതിപ്പെരിപ്പിച്ച് തമ്മിലടിപ്പിക്കുന്ന കാരണം ആളുകൾ തമ്മില് ചേട്ടാനിയന്മാര് തമ്മിലുള്ള വഴക്കല്ലയോ മഹാഭാരതം. അല്ലാതെ അതെ അന്യര് വന്നിട്ട് യുദ്ധം ചെയ്തതല്ലല്ലോ. അല്ല. ഇതൊക്കെ നമ്മൾ കാണണ്ടേ? ഊതിപ്പെരിപ്പിക്കുന്ന അതിനകത്ത് ഉം. ശകുനിയെ പറ്റി പഠിപ്പിക്കുന്നതൊക്കെ എന്തിനാണ്? ഊതിപ്പെരിപ്പിച്ചുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണതെന്ന് നമുക്ക് കാണരുതോ? ഉം. അതുകൊണ്ട് ആ കാലഘട്ടത്തിനകത്ത് അപ്പുറത്തിരിക്കുന്ന ആളിനെ അറിയുകയും അവരെല്ലാവരും ഇന്ന് നമ്മൾ ഒരൊറ്റ സ്പീഷീസ് ആണെന്ന് തിരിച്ചറിയുന്ന ഈ കാലഘട്ടത്തിനകത്ത് ഈ പഴയ വികാരങ്ങൾ ഊതിപ്പെരിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ ഉം. ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ഇങ്ങനെ മിണ്ടാനൊക്കത്തില്ല. ഉം. അതെ. നമ്മുടെ മുന്നിലുള്ള മോഡൽ അതാണ്. ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഇനിയും ബ്രെക്സിറ്റ് നടക്കുന്ന സമയത്ത് യുദ്ധം ഉണ്ടായോ? ഇല്ല. സമാധാനം. ആ യുദ്ധം ഇല്ലാതെ വിരിയാൻ ഉം. പറ്റും. ഉം. ലാത്വിയയും ലിത്വേനിയയും എസ്റ്റോണിയ. മാറുന്ന സമയത്ത് യുദ്ധം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. സോവിയറ്റ് യൂണിയൻ പിരിയുമ്പോൾ യുദ്ധം ഉണ്ടായില്ല. ഈ പിന്നീട് ഉണ്ടായ യുദ്ധം നാറ്റോക്കാരനെ അവിടെ കൊണ്ടുവന്ന് യുക്രൈനിൽ ബോംബ് വെക്കുമെന്ന് വെച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന യുക്രൈൻ യുദ്ധം ഉണ്ടായത്. ഉം. അമേരിക്കൻകാരന്റെ മര്യാദകേട് കൊണ്ട് മാത്രം ഉണ്ടായതാണ്. കാരണം ഗോർബച്ചേവുമായിട്ട് ഉണ്ടാക്കിയ എഗ്രിമെന്റ് എന്താണ്? നാറ്റോ എക്സ്പാൻഡ് ചെയ്യത്തില്ലെന്നായിരുന്നു. ആ സാധനം കിഴക്കോട്ട് ഉണ്ടാക്കിയ ബിൽ ക്ലിന്റൺ എന്ന് പറഞ്ഞ ഒരു നായിന്റെ മോനാണ് അത് ഉണ്ടാക്കിയത്. നമ്മൾ അതെ. അറിയണം. ഉം. കരാറ് മര്യാദകേടായിട്ട് ഭേദിച്ചിട്ട് നാറ്റോ എക്സ്പാൻഡ് ചെയ്ത് പോളണ്ട് അതുപോലുള്ള ആ രാജ്യങ്ങളെ ചേർത്ത വകയിലാണ് ഇന്ന് നമ്മൾ കാണുന്ന സംഘർഷം ഉണ്ടായത്. ഉം. അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ പോലെ വലിയ ഒരു രാജ്യം ഡിസ്മാൻഡിൽ ചെയ്ത് നിന്നിട്ട് ഒരു യുദ്ധം ഉണ്ടാകാതെ ഒഴിവാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഉം. അതെ. എത്ര യുദ്ധം ഉണ്ടാകേണ്ടതാണ്? ഉണ്ടായില്ലല്ലോ. ഉം. മര്യാദ കെട്ട അമേരിക്ക എന്ന് പറയുന്ന ടെററിസ്റ്റ് രാജ്യം ലോകത്തുള്ളതിന്റെ പ്രശ്നമേ ഇപ്പൊ നമുക്കുള്ളൂ. അതെ. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന്. അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഐക്യം കൊണ്ടാണ്. ഉം. ഇന്ന് നമ്മൾ ബ്രിക്സ് ഉണ്ടാക്കുന്നത് വഴിയാണ്. ആ ഡോളറൈസേഷൻ. കാരണം എല്ലാവരെയും സാങ്ഷൻ ചെയ്ത് ശ്വാസം മുട്ടിക്കുക എന്ന് പറയുന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 750 സൈന്യ താവളം നിലനിർത്തേണ്ട ആവശ്യം ഇന്ന് എന്താ? ആളുകൾ തമ്മിൽ അറിയാവുന്നവരല്ലേ, ഉം. പരിചയമില്ലാത്തവരല്ലല്ലോ. മറ്റേത് പണ്ട് കാലത്ത് വള്ളത്തെ കയറി വരുമ്പോൾ ഇവർ ആരാന്ന് അറിഞ്ഞുകൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ യുദ്ധം ചെയ്യുമായിരുന്നു. ഉം. അന്നത്തെ രാജ്യബോധമോ രാജ്യത്വമോ ഇന്ന് നമുക്കില്ല. രാജ്യം എക്സ്പാൻഡ് ചെയ്യുന്ന യുക്തിയില്ല. അതെ. എല്ലാവർക്കും ആവശ്യമായ രാജ്യങ്ങളാണെന്നും പരസ്പരം വ്യാപാരവും വ്യവസായവും ചെയ്ത് ജീവിക്കേണ്ടവരാണെന്നും അറിയുന്ന കാലത്ത് ഈ ഈ പഴഞ്ചൻ യുക്തിയായിട്ട് അമേരിക്കക്കാരൻ നടന്ന് ചെയ്യുന്ന വിയറ്റ്നാമിലെ അവരാണ് യുദ്ധം ആരംഭിച്ചത്. എന്താണ് കുവൈറ്റ്. ഇറാഖിലെ, സിറിയയില്, ലിബിയയില്, സോമാലിയയില്, എത്യോപ്യയില് ഇത് മുഴുവൻ അമേരിക്ക ചെയ്തതല്ലേ? ഉം. ഒരു ക്രിമിനൽ രാജ്യം ഇന്ന് ലോകത്ത് ഡിസ്കോഡ് വരുത്തുന്നല്ലാതെ വേറൊന്നുമില്ല. അവരുടെ ഡോമിനേഷൻ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് പറയുന്നതിന് എല്ലാ രാജ്യങ്ങളും കൂടെ അവരുമായിട്ട് വ്യാപാരം ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ അവന്മാർ കുഴയും. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമുണ്ട് ഇന്ന്. യുദ്ധം ചെയ്യുമൊന്നും വേണ്ട. ഉം. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ചൈനക്കാർ ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല. അവരുടെ ആദ്യമൊക്കെ എന്താണ് അവരുടെ ഒരു പഴയ ചരിത്രം എടുത്താൽ തന്നെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഉണ്ടാക്കി അതിനകത്ത് ഇരുന്ന പാർട്ടികളാ. ഉം. ഇതൊക്കെ നമ്മൾ അറിയണം. വള്ളത്തെ കയറി അവർ പോയിട്ട് വ്യാപാരമേ ചെയ്തിട്ടുള്ളൂ. അവരൊരിക്കലും പോയിട്ടില്ല. പക്ഷെ അവരാണ് ലോകത്തിൽ ഏറ്റവും വലിയ അപകടകാരിയാണെന്ന് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് മറ്റ് സ്ഥലങ്ങളിൽ പോയി പാലം ഉണ്ടാക്കുന്നതും റോഡ് ഉണ്ടാക്കുന്നതും തുറമുഖം ഉണ്ടാക്കുന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ഇവർ പറയുന്ന ഒരു മിലിറ്ററി സ്ഥലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. 750 എണ്ണം ഉള്ളവന്മാരായി പറയുന്നതെന്ന് ഓർക്കണം. ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 7000 ആറ്റം ബോംബ് കയ്യിലിരിക്കുന്നവനാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. അതെ. ഇതുപോലുള്ള അസംബന്ധം പിടിച്ചിട്ടുള്ള നിലപാടുകളിലുള്ള യുദ്ധങ്ങളെ ഇന്നുള്ളു. അല്ലാതെ പണ്ട് കാലത്തെ യുദ്ധം ഇല്ല. ഉം. ആളുകൾ ആളുകൾ തമ്മിൽ അറിഞ്ഞുകൂടാത്തവരല്ല. നമുക്ക് ഭാഷാപരമായ വ്യത്യാസങ്ങളുണ്ട്, ഉം. സാംസ്കാരികമായ വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ട്. അവര് യൂറോപ്പും ഏഷ്യ എന്ന് പറയും. അങ്ങനെ 2 കോണ്ടിനെന്റ് ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു കോണ്ടിനെന്റ് ഇല്ല. ഇവന്മാര് വെറുതെ ഉണ്ടാക്കുന്നതല്ലയോ. യൂറോപ്പ് വേറെയാണെന്ന് പറയാൻ വേണ്ടിയാണ് യൂറോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാകുന്നത്. ഉം. അല്ലെ ഒറ്റ കോണ്ടിനെന്റ് ഇല്ലേ? യുറേഷ്യ എന്ന് പറയാം പരമാവധി. അതെ. അല്ലാതെ അത് 2 കോണ്ടിനെന്റ് അല്ല. പക്ഷെ പറച്ചിൽ എങ്ങനെയാണ്? ഉം. അത് അവരുടെ ഇത് സ്ഥലം നിലനിർത്തിക്കൊണ്ട് പറയുന്ന യുക്തികളാ ഇതൊക്കെ. അല്ല യൂറോപ്പ് എന്ന് പറഞ്ഞ ഒരു കോണ്ടിനെന്റ് സാധ്യമല്ല. അതെ. ഇതൊക്കെ നമ്മൾ ഈ ഇല്ലാത്ത തരത്തിലുള്ള ഹിസ്റ്ററിയും ഇല്ലാത്ത നിലവാരത്തിലുള്ള നിലപാടുകളും പറഞ്ഞ് ലോകത്ത് തന്നെ ഇന്റർനെറ്റ് ഉണ്ടായില്ലേ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ? അതെ.
മറ്റ് രാജ്യം ഇല്ലാതെ വേറൊരു രാജ്യത്തിൽ നിന്ന് ജീവിക്കാൻ പോലും പറ്റത്തില്ല. ഇത്രയും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ആയുധം ഉണ്ടാക്കുന്ന എന്തിനാണെന്നുള്ള ചോദ്യമാണ് ഉള്ളത്. അല്ലാതെ അവര് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതല്ല. അവന്മാര് എവിടോട്ട് വരും? അവര് വന്ന് ഒരാള് എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ 15 വർഷം അമേരിക്ക യുദ്ധം ചെയ്തല്ലോ? ആർക്കെതിരായിരുന്നു യുദ്ധം ചെയ്തത്? താലിബാൻ. എന്നിട്ട് ഇപ്പൊ ആരാ ഭരിക്കുന്നത്? താലിബാൻ. അപ്പൊ ഈ 15 വർഷം അവന്മാർ എന്തിനാണ് യുദ്ധം ചെയ്തത്? ചോദ്യചിഹ്നമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അസംബന്ധം ഈ ആയുധങ്ങൾ ഉപയോഗിക്കാനും വിൽക്കാനും മാത്രം നടത്തുന്ന യുദ്ധങ്ങളായതല്ല. ഒരു ദിവസം കൊണ്ട് യുദ്ധം ആരംഭിക്കുകയും 2 ദിവസം കൊണ്ട് യുദ്ധം നിർത്തുകയും ചെയ്യാനായിട്ട് പണ്ട് കാലത്ത് ഏതെങ്കിലും രാജാവിന് കഴിയുമായിരുന്നോ? ഇപ്പൊ ഇറാന്റെ മണ്ടയിലെ ഒരു ദിവസത്തെ ബോംബ് ചെയ്തിട്ട് മാറി നിൽക്കാൻ എങ്ങനെ പറ്റുന്നേ? എന്ത് ന്യായമാണ് അതിനൊക്കെ ഉള്ളത്? ഒരു യുദ്ധത്തിന്റെ യുക്തി എടുത്താൽ തന്നെ ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ 3 ദിവസത്തെ അങ്ങനെ ഇങ്ങനെ കീഴടക്കാനുള്ള രാജ്യമായിരുന്നെങ്കിൽ പാകിസ്ഥാൻ പിടിക്കുകയല്ലയോ വേണ്ടേ? ഇതൊന്നും അങ്ങനത്തെ ഒന്നും ഉദ്ദേശമില്ല. നമ്മളീ വെച്ചിരിക്കുന്ന ആയുധം പരിശോധിച്ചു നോക്കാനും അത് ഇതിന്റെ മുഴുവൻ സ്ട്രാറ്റജി പഠിപ്പിച്ചു കൊടുക്കുന്ന യുവമാരാണ്, ഈ ആയുധ കച്ചവടക്കാരാണ്. ഒരു പുതിയ സാധനമുണ്ട്, നിങ്ങൾ ഇതൊന്ന് പരിശോധിക്കാൻ 2 ദിവസത്തെ സാധനം മതി എന്ന് പറയുന്നത് കൊണ്ടാണ് അതൊക്കെ നടക്കുന്നത്. അമേരിക്കക്കാരന് ഒരു ഇത്ര ആഴത്തിൽ ഈ ബോംബ് പൊട്ടുക എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ദിവസം ചെയ്തത്. ഇതൊക്കെ നമ്മളാണ് അറിയേണ്ടത്. അല്ലാതെ അത് ഈ സാധാരണ കച്ചവടക്കാരുടെ ഈ ആയുധ കച്ചവടക്കാരുടെ യുദ്ധങ്ങളാണ്. അല്ലാതെ ജനങ്ങൾ തമ്മിലുള്ളതോ ഈ പറയുന്ന വ്യാപാരികള് വ്യവസായികളുടേതായ സാധനം പോലുമല്ല. നമ്മളിതൊക്കെ ഇറാഖ് തകർത്ത് വെറുതെ അവിടെ ആരെങ്കിലും അവിടെ ഏത് രാജ്യം ഇന്ന് ഭരിക്കുന്നേ? ലിബിയ. ഇത് നമ്മൾക്ക് ആ രാജ്യമൊക്കെ അവർ ഡിസ്ട്രോയ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളത്. അല്ലാതെ അവിടെ റഷീം ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് അവന്മാർ ഒരു 10-60 പേരെ ഈ ലോകം മുഴുവൻ നടന്ന് കൊന്നിട്ടുണ്ട്. CA എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ലോകം ഭരിക്കുന്നത്. അവരുടെ യുക്തികളാണ്, അല്ലാതെ ഈ അവിടുത്തെ എലക്ട് ചെയ്യുന്ന പ്രസിഡന്റുമാരല്ല ഈ രാജ്യങ്ങളൊന്നും ഭരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അറിയണം. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്നതും ഈ രാജാക്കന്മാര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്യൂറോക്രസിയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മാറ്റേണ്ട സ്ഥലങ്ങളാണ്. ഇതൊക്കെ മനുഷ്യ ചരിത്രത്തിനകത്ത് ഇതൊക്കെ മാറ്റേണ്ട സ്ഥലങ്ങളാണ്. അല്ലാതെ ഈ ഹെയറാർക്കി അമേരിക്കൻ പ്രസിഡന്റ് രാജാവിനെ പോലെയാണ് നടക്കുന്നത്. അതിനെന്തിനാണ് തെരഞ്ഞെടുക്കേണ്ട ആവശ്യം? ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ നടക്കുന്ന രാജാവിനെ പോലാണ്. എന്തിനാണ് അവനെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യം? നമ്മൾ ഈ കാണുന്നത് ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്ത്യക്കാരെ ഭരിക്കുന്നിടത്താണ് ഈ നിൽക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഇരിപ്പുണ്ട്, അത്ര തന്നെയുള്ളു. പട്ടാളം ഉപയോഗിച്ചിട്ടാണ് ഈ ഭരിക്കുന്നത്. പട്ടാളം കാണിച്ചിട്ടാണ് ഇന്ത്യ മുഴുവനും വ്യാപകമായി ആർമിയും നേവിയും സകല സാധനം വെച്ചിരിക്കുന്നത്. ഇത് വല്ലവരെയും എതിരായിട്ടാണോ? ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടിയാണ് അതെല്ലാം ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ അറിയണം. ഒരു ചെറിയ വിഭാഗം ജനത മറ്റുള്ളവരെ കീഴടക്കി വെക്കുന്ന യുക്തിയാണ് ഇപ്പൊ ഉള്ളത്. അല്ലാതെ അത് രാജ്യബോധമൊന്നുമല്ല, രാജ്യസ്നേഹമൊന്നുമല്ല, ഭരണമില്ല ജനാധിപത്യത്തിനകത്ത്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ മേഖലയ്ക്കകത്ത് പറയുകയും സംസാരിക്കുകയും അതിന്റെ ആശയപ്രചരണം നടത്തുന്ന മുഴുവൻ മീഡിയ അവര് വാങ്ങി മാറ്റിയില്ലേ? ലോകത്ത് അമേരിക്കക്കാരുടെ കയ്യിലല്ലാത്ത ഏതെങ്കിലും മീഡിയ ഇന്ന് ലോകത്തുണ്ടോ? അവന്മാര് നമ്മളെ പഠിപ്പിക്കുന്ന ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ നമ്മള് ആ ഏരിയയൊക്കെ ആൾക്കാർ മാനുഫാക്ചറിങ് കൺസെന്റ് എന്ന് പറഞ്ഞ് നോം ചോംസ്കി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കണം. ഇതൊക്കെ നമ്മൾ ഈ ആൾക്കാരുണ്ട് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ, ഇയാളിപ്പോ ഇരുന്ന് പറയുമ്പോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മുഴുവനും മാനുഫാക്ചറുടെ ഇൻഫർമേഷനേ ഉള്ളു. അല്ലാതെ ഇയാൾ വെറുതെ വരുന്നത്. ഇപ്പൊ ഇന്റർനെറ്റ് വന്നപ്പോഴാണ് അതാത് പ്രദേശത്തെ ജനത ചില സാധനങ്ങളൊക്കെ ഇവര് പറയുന്ന പോലെ അല്ലെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ടേണാണ് അറിയാൻ പറ്റുന്നത്. ആ സാധനം വന്നതിന് ശേഷമാണ് നമ്മൾ ഇപ്പം ഉണ്ടായിരിക്കുന്ന യുദ്ധവിരുദ്ധ മൂവ്മെന്റുകളുണ്ട്. ഇതാണ് മനുഷ്യ ചരിത്രം. ഒരു ദിവസം കൊണ്ട് മാറുമെന്നോ നാളെ മാറുമെന്നോ മറ്റന്നാൾ മാറുമെന്നുള്ള കാര്യത്തിലൊന്നുമല്ല ഞാനിതൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് പറയേണ്ട സ്ഥലമുണ്ട്. അതെ, തീർച്ചയായും നമ്മൾ തോറ്റ പക്ഷത്ത് നിൽക്കേണ്ടതുണ്ടെന്ന് അതാണ് പറയുന്നത്. യുദ്ധത്തിന് ഒരു മനുഷ്യർക്കും പ്രയോജനമില്ലാത്ത ഒരു സാധനം ഈ രാജാക്കന്മാർ ഉൽപ്പാദിപ്പിച്ചതാണ്. ജനങ്ങൾ ഗോത്രത്തിൽ കഴിയുന്ന സമയത്ത് യുദ്ധമല്ല ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോടാന്ന് പറയുന്ന ഒരു സാധനത്തിന് അപ്പുറത്തോട്ട് യുദ്ധമൊന്നും അല്ല ചെയ്യുന്നത്.
ഉം. ഇന്ന് നമ്മൾ കാണുന്ന ഈ യുദ്ധത്തിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ കീഴടക്കുന്നത് ഇന്ന് നമുക്ക് പരസ്പരം അറിഞ്ഞുവിടാത്ത ഒരു രാജ്യവും ഇല്ല. അതെ. ലോകത്തുള്ള ആദിവാസികൾ പോലും മനുഷ്യരാണ്, ആഫ്രിക്കയിൽ നിന്ന് വന്നവർ മാത്രമേ ഈ ലോകം മുഴുവൻ ഉള്ളതെന്ന് അറിയുന്ന കാലത്തിരുന്ന് പഴയ കാലത്തെ യുക്തികൾ പറയരുത്. ഉം. ഇതായി പറയുന്നത് നമ്മൾ റേസിസ്റ്റുകളാന്ന്, വെള്ളക്കാരെന്ന് പറഞ്ഞാൽ വേറെ ഉണ്ടാക്കി ദൈവം ഉണ്ടാക്കിയാണെന്നൊക്കെ പഠിപ്പിക്കുന്നതും ചോസൻ ഫ്യൂ ഇസ്രായേലുകാരെ ദൈവം ഏൽപ്പിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ അസംബന്ധം പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? അതെ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഈ തരത്തിലുള്ള പഴയ കാലത്തുണ്ടായിരുന്ന രാജാക്കന്മാർ ഉൽപ്പാദിപ്പിച്ച വികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് വീണ്ടും നമ്മൾ സംസാരിക്കുന്നിടത്ത് നിൽക്കേണ്ട കാര്യമില്ലാത്തവരാണ്. ഉം. മനസ്സിലായി. താനിപ്പോ കാനഡയിൽ ഇരുന്ന എന്നോട് സംസാരിക്കുന്നത്, താൻ എങ്ങനെയാണ് അവിടെ പോയിരിക്കും? ഒരു കഷ്ണം കടലാസുമായിട്ടാ പോകുന്നേ. അതെ. അത്ര ലളിതമായി പരിഹരിക്കുന്ന ഒരു പ്രശ്നത്തിന് വേണ്ടി ആയുധമായിട്ട് പോകണ്ട. താൻ കാനഡ പിടിച്ചിട്ടാണോ അവിടെ ഇരിക്കുന്നത്? അല്ല. ഇത് ഈ പോസിബിലിറ്റി ആ ലോകത്തുണ്ടെന്ന് അറിയണം. അതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും കൂടെ ആയുധം ഉണ്ടാക്കി ഡിഫൻസ് ഒന്നും വേണ്ട. ഒരു ഡിഫൻസിന്റെ ആവശ്യമില്ല. ഉം. ചൈനക്കാരന് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും ആയുധമല്ല. ഉം. അവര് നമ്മളെ കൊള്ളയടിക്കാനല്ല വരുന്നത്. നമുക്ക് സെൽഫോൺ തരാനും ലോകത്ത് അറിയാവുന്ന സകല സാധനം ഉണ്ടാക്കുന്നവരായിട്ട് അവരിയ്ക്കുന്നത്. ഉം. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലായി. നമ്മൾ അതുപോലെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ലോകവ്യാപകമായി കൊടുക്കാനായിട്ടാണ് പോകേണ്ടത്. അല്ലാതെ അവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അവരെല്ലാവരും മോശക്കാരായ നമ്മുടെ കാർ ആര് മേടിക്കും? അതെ, ശരിയാണ്. ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് യുദ്ധവിരുദ്ധത നമുക്ക് വേണ്ടത്. ഉം. അപ്പുറത്തിരിക്കുന്നവർ നമ്മുടെ ആവശ്യമുള്ളവരായി മാറിക്കഴിഞ്ഞിരിക്കുന്ന കാലത്താണ്. പണ്ടങ്ങനല്ല. ആഫ്രിക്ക ഉണ്ടെന്നോ സൗത്ത് അമേരിക്ക ഉണ്ടെന്നോ നോർത്ത് അമേരിക്ക ഉണ്ടെന്നോ യൂറോപ്പ് ഉണ്ടെന്നോ അറിഞ്ഞുകൂടാത്ത ജനതയായിരുന്നു എല്ലാവരും. അതെ. പക്ഷേ അതുകൊണ്ടാണ് അവരില്ലാതിരുന്ന സമയത്ത് പരസ്പരം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ തമ്മിലുള്ള കുത്തും കുരുക്കുവാ ഉള്ളത്. ഇന്ന് നമ്മള് ഈ ആയുധം വിൽക്കുന്നവരുടെ യുക്തിക്കകത്ത് പെടുന്നത് കൊണ്ട് അവര് മേടിച്ചു മാറ്റിയ മറ്റേ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഈ സകല മീഡിയയും ഉണ്ടായത്. അത് മുഴുവൻ അവർ വാങ്ങി മാറ്റിക്കളഞ്ഞു. ആ വാങ്ങി മാറ്റിയിട്ട് ഒരൊറ്റ ന്യൂസ് മാത്രം പ്രതിഷ്ഠിക്കുന്നിടത്തെത്തി. ഇതുകൊണ്ടാണ് ആൾക്കാർക്ക് വേറെ ഇന്നിപ്പോ ഇന്റർനെറ്റ് വന്നപ്പോഴാണ് അതിന് ഘടകവിരുദ്ധമായ ഇൻഫർമേഷൻസ് വരാൻ തുടങ്ങിയപ്പോഴാണ് പുതിയ മൂവ്മെന്റ്. ഇനിയും നമ്മൾ ബലപ്പെടുത്തേണ്ടതാണ് യുദ്ധവിരുദ്ധത. നമുക്ക് ക്ലൈമറ്റിനെ പറ്റി സംസാരിക്കണമെങ്കിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്ലൈമറ്റിനെ പറ്റി ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? പൊല്യൂഷനെ പറ്റി ചർച്ചയുണ്ടോ? നമ്മൾ ആലോചിക്കണം, എന്തൊരു അസംബന്ധമായ ഒരു കാര്യമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പെട്രോള് അവസാനത്തെ തുള്ളിയും കത്തിച്ച് തീർക്കുന്നതിനെ പറ്റി യുക്തി പറയുമ്പോൾ ഒരു കാര്യമില്ലാതെ ആയിരക്കണക്കിന് പ്ലെയിൻ ആകാശത്ത് ചുമ്മാതെ പറന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ്? ശത്രുക്കളവിടെ ഉള്ളത്. താൻ ഇന്ത്യയിൽ ഇരിക്കുന്ന ശത്രുവാണോ അവിടെ പോയി കാനഡയിൽ ഇരിക്കുന്നത്? അല്ല. അതുകൊണ്ടാണ് പറയുന്നത്, അസംബന്ധം പിടിച്ച പഴയ കാര്യങ്ങൾ പറഞ്ഞ് എരികയറ്റി ആയുധം വെക്കുന്നവരുടെ യുക്തിക്കകത്ത് അവര് പ്രചരിപ്പിക്കുന്ന മീഡിയക്കകത്ത് പെട്ടുപോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഇന്ന് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾ ഈ രാജ്യത്തിനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ആരും വരുത്തില്ല നമ്മളെ കീഴടക്കാൻ. കാരണം കീഴടങ്ങിയ ജനത ഇനിയും ലോകത്തില്ല. ഇതുകൊണ്ടാണ് മാലി അവിടെ നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം നിൽക്കുന്നത്. പഴയ കാലത്ത് കീഴടക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് എല്ലാവരും പിൻവാങ്ങുന്നത്. സഹകരിക്കത്തില്ല ഇനിയും ജനത. പണ്ട് രാജാക്കന്മാര് ജനത സഹകരിക്കുമായിരുന്നു. ആ സഹകരണം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് കോളനിയിൽ നിന്ന് എല്ലാവരും പിൻവാങ്ങിയത്. ഈ ചരിത്രം നിൽക്കുന്നതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്നുള്ള നിലവാരത്തിൽ മാത്രമേ മീനിങ് ഉള്ളൂ. അല്ല രാജ്യത്തിന് വേറെ അർത്ഥമൊന്നും ഇല്ല. നമ്മുടെ മനുഷ്യനെന്ന് പറയുന്നവന്റെ അച്ഛന്റെ വകയല്ല ഈ ഭൂമി. ഇവിടെ ലോകത്ത് ഇഷ്ടംപോലെ കോടിക്കണക്കിന് ജീവികളുടെയും കൂടെ ആണിത്. അതെ, ഇത് മനസ്സിലാക്കിയിട്ടാണ് ചൈന ഇപ്പോ വികസന പ്രവർത്തനങ്ങൾ ആ ഒരു രീതിയിൽ പോകുന്നത്. അതുകൊണ്ടാണ് അവരത് മാത്രമാ ചെയ്യുന്നത്. അവരായുധം വിൽക്കാനല്ല നടക്കുന്നത്. അമേരിക്ക പോലൊരു രാജ്യം കാരണം മാത്രം അവർ ആയുധം വികസിപ്പിക്കാനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ അവർ എല്ലാ മേഖലയിലും അവരുടെ ഇന്നോവേഷൻസ് നിങ്ങൾ നോക്കിയാൽ മതി. അവർ സകല സാധനവും അവർ വികസിപ്പിക്കുന്നുണ്ട്. അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം ആയുധ കയറ്റുമതി ചെയ്യാനായിട്ടുള്ള അമേരിക്കൻ എന്ന് പറയുന്നത് ഒരു ക്യാൻസറാണ്. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചോളം അത് റിമൂവ് ചെയ്യണം. അതിൻ്റെ അകത്ത് ആരെയാണ്? ജനതയല്ല. അവിടുത്തെ ജനത എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായി ചെന്നിരിക്കുന്ന ജനതയാണ്. അവിടെ ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ക്യാൻസറിനെയാണ് എടുത്ത് മാറ്റുന്നത്. പെന്റഗണാണ് പൊളിച്ചു കളയേണ്ടത്. CIA എന്ന് പറയുന്ന സാധനമാണ്, മൊസാദ് എന്ന് പറയുന്നതാണ്, KGB എന്ന് പറയുന്നത്, ഇതൊക്കെയാണ് എടുത്തു കളയേണ്ടത്. അല്ലാതെ ഈ രാജ്യത്തെ ജനതയൊന്നുമല്ല.
അവരെല്ലാം അവിടെ പശുവിനെ കറന്നും പാലും കൊടുത്തും അതെ. ഗോതമ്പ് നട്ട് ജീവിക്കുന്ന മനുഷ്യര് മാത്രമാണ്. അവർക്ക് ഇതിനെ കുറിച്ച് അല്ലാതെ അവരാരും നമ്മുടെ അറിയാനുള്ള പാടില്ല. ശത്രുക്കളല്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകളൊക്കെ വളരെ പരിമിതമാ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, അത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. അതെ. ഈ മീഡിയ കൺട്രോൾ ചെയ്യുന്നവർ പെയിന്റ് ചെയ്യുന്ന പിക്ചർ മാത്രമേ നമുക്ക് ഇന്ന് കിട്ടൂ. പണ്ടും അങ്ങനെയാ കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക കൊളംബസാ കണ്ടുപിടിച്ചെന്ന് പറയുന്നത്. കോടിക്കണക്കിന് മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നപ്പം ഒരുത്തൻ കണ്ടുപിടിക്കണോ അത്? ആരുടെ കണ്ണിലൂടെ ഇത് കാണുന്നത്? ക്യാപ്റ്റൻ കുക്കാണ് ഓസ്ട്രേലിയ കണ്ടുപിടിക്കുമ്പോൾ അവിടെ മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയണ്ടേ? അതെ. ഇങ്ങനെ ഈ തരത്തിലുള്ള അസംബന്ധം പിടിച്ച ചരിത്ര നിർമ്മിതികൾ അവ നിർമ്മിച്ചിട്ടുണ്ട്. ഈ പറയുന്ന മറ്റുള്ള രാജ്യത്തുള്ള ജനത നമുക്ക് ശത്രുക്കളല്ലെന്നും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് ഇന്റർനെറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ആയുധത്തിന് വേണ്ടി മുറവിളിക്കും ഞാൻ ഇന്ത്യക്കാരനായി അഭിമാനിക്കുന്നു പറഞ്ഞ് കൊരങ്ങന്മാര് നെഞ്ചത്തടിക്കുന്ന പോലെ അടിച്ചിട്ട് നിൽക്കുകയൊന്നും അല്ല വേണ്ടത്. ഇതായി പറയുന്നത്. ഓക്കെ. എന്തായാലും ഒരു നല്ലൊരു ലൈക്ക് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു